കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നല്ലൊരു ദിവസമാണ്. പ്രിയപ്പെട്ട അച്ഛന്മാരുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇരിക്കാൻ കസേരകൾ ഇല്ലാതെ നിലത്തിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവരെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ കാണുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും മുമ്പിലൊരാൾ മുതൽ ഏറ്റവും പുറകിലൊരാൾ വരെ ആരൊക്കെ ഈ വചനം കേൾക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, അവരെല്ലാം ക്രിസ്തുവിൽ സ്നേഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തുവിൽ നിങ്ങളെ ബഹുമാനിക്കുന്നു. കാരണം നിങ്ങളിവിടെ വരാൻ കാണിച്ച ഈ മനസ്സ് അത് നിസ്സാരമല്ല. നിങ്ങൾക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, യാത്ര പോകാമായിരുന്നു, മിണ്ടിയും പറഞ്ഞ് വീട്ടിലിരിക്കായിരുന്നു, ഫോണിൽ നോക്കി വെറുതെ 2 വീഡിയോ കാണാമായിരുന്നു, എന്തൊക്കെയോ ചെയ്യാമായിരുന്നു. പക്ഷെ എന്നാലും നിങ്ങളിതിനു വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ച് ഇവിടെ വന്നത് തികച്ചും അത് ബഹുമാനത്തിന് അർഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിനത് അർഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും പുറകിലുള്ള ഒരാൾ വരെ ഈ വചനം കേൾക്കുവാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കാമോ ഇവനെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ നന്മ നമ്മുടെ ജീവിതത്തിൽ വരും. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവവചനത്തിലൂടെ ഈ വചനം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിങ്ങനെയാണത് പറയുന്നത്: ദൈവത്തിൻ്റെ നിയോഗത്തിൽ നിൽക്കുന്നവൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് ആവശ്യമാണ്. ആമേൻ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ കയ്യിലാണ് നിങ്ങളുടെ വിജയമിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ തെളിയിച്ചു തരാം. ദൈവനിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതം വിജയിക്കാൻ തുടങ്ങും. ആമേൻ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമില്ല. പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗം കിട്ടിയവൻ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ അനുഭവിക്കുന്നത് വിടുതലായിരിക്കും. ഹല്ലേലൂയ. സൗൾ ഒരു യാത്രക്കിടയിലുണ്ടായ വീഴ്ചയിൽ ദൈവത്തിൻ്റെ സ്പർശനമേറ്റ് വീണ് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ദൈവം ഒരാളെ പറഞ്ഞയച്ചു. ആരെയാ? അനനിയാസ് എന്ന പേരുള്ള ഒരാളോട് പറഞ്ഞു, നീ സാവൂളിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അല്ല, എന്തിനാ ആ വ്യക്തിയെ വിളിച്ച? വേറെ എത്രയോ ആണുങ്ങൾ, എത്രയോ പ്രാർത്ഥനക്കാരും ഒക്കെ ആ നാട്ടിൽ കാണത്തില്ലേ? ആരെങ്കിലും ഒരാൾ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പോരെ? അല്ല, പേര് പറഞ്ഞു നീ പോയി അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ദൈവ നിയോഗം കിട്ടിയത് എനിക്കായിരിക്കും നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിലെ ഒരു അച്ഛനായിരിക്കും, നിങ്ങളുടെ പള്ളിയിലെ അച്ഛനായിരിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗം, ദൈവനിയോഗം കൊടുത്തയാൾ. ദൈവനിയോഗം കിട്ടിയ വ്യക്തി ഞാനായിരിക്കാം, വേറൊരു ശുശ്രൂഷകനായിരിക്കാം, വേറൊരു വൈദികനായിരിക്കാം, ആരുമാകട്ടെ. ദൈവനിയോഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ദൈവവചനം കേൾക്കുവാൻ ഇവിടെ ധാരാളം ആളുകൾ ഇരിക്കുന്നു. വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതെൻ്റെ ഒരു നിയോഗമായിരിക്കും. ദൈവം എനിക്ക് തന്ന നിയോഗമായിരിക്കും. ഈ ജനത്തിൻ്റെ മേൽ നീ കൈവച്ച് പ്രാർത്ഥിക്കണം. നീ ഇവരുടെ മേൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ജനത്തിന് അനുഗ്രഹം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ദൈവനിയോഗം കിട്ടിയവൻ്റെ വാക്കുകൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും. ആമേൻ. ഞാനൊരു സ്ഥലത്ത് ധ്യാനത്തിന് പോയപ്പോൾ ഒരാൾ എന്നെ താണു വണങ്ങി. എനിക്ക് തമാശയായിട്ട് തോന്നി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാണ് എന്നെ ഇങ്ങനെ കുമ്പിടുന്നത്? ഇങ്ങനെ തല കുനിച്ച് കൈകൂപ്പി നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കളിയാക്കിയ പോലൊക്കെ തോന്നും. അപ്പോൾ പിന്നീട് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി അദ്ദേഹം കളിയാക്കിയതല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളിലൂടെയാണ് ഞാൻ യേശുവിനെ അറിഞ്ഞത്. നിങ്ങൾ പറഞ്ഞ വചനമാണ് എന്നെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. നിങ്ങൾ കാരണമാണ് ഞാനിന്ന് ഭൂമി ജീവിച്ചിരിക്കാൻ കാരണം. അതുകൊണ്ടാണെന്ന്
അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം തമാശകനെ കളിയാക്കിയതുപോലെ ചെയ്തതല്ല. അദ്ദേഹം ആത്മാർത്ഥതയോടെ എന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങ് ചെയ്തു പോയതാണ്. ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയോഗമുള്ള വ്യക്തി ഒരാളുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ ആ വീട് അനുഗ്രഹിക്കപ്പെടും. നിയോഗമുള്ള വ്യക്തി, നീ ദൈവ നിയോഗത്തിൽ ഒരു വ്യക്തിയുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാൽ അത് ആ വ്യക്തിയുടെ ജീവിതം മാറാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഞാനൊരു വീട്ടിൽ ഒരിക്കൽ പോകാനിടയായപ്പോൾ ആ വീട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനും മറന്നുപോയി എന്താ പറഞ്ഞ വചനം എന്ന്. ആ വചനം പ്രാർത്ഥിച്ചപ്പോൾ അയാളുടെ മൂത്ത മകൾ ഞങ്ങളങ്ങ് പോയ പാടെ ഒരു നോട്ട് ബുക്കിൽ നിന്ന് ഒരു കടലാസ് കീറിയെടുത്തേച്ച് ആ വചനം എഴുതി അവിടെ രൂപത്തിൻ്റെ മുമ്പിൽ വെച്ചു. അന്നവർക്ക് വീടില്ലായിരുന്നു. പക്ഷെ ഞാൻ അവരോട് പ്രാർത്ഥിച്ചൊരു സന്ദേശം പറഞ്ഞു, നല്ല വീട് വരും, നല്ല ഒരു കാര്യം ജീവിതത്തിൽ വരും. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ ചിന്തിച്ചു, അച്ചോ ഞങ്ങൾക്കാകെ കഷ്ടപ്പാടാണ്, കൃഷിയൊക്കെയാണ്, അതേന്നൊന്നും വരുമാനമില്ല, വീട് പണിയുന്നതൊക്കെ എന്ന് കാലത്ത് എപ്പം നടക്കുവാനാ എന്ന് ചിന്തിച്ചു. പക്ഷേ ഇന്ന് ആൾക്ക് നല്ല വീടുണ്ട്. വീടുമായി ബന്ധപ്പെട്ടൊരു നല്ല കാര്യം പറയാൻ വിളിച്ചപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ മകൾ അന്ന് അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു വചനം പറഞ്ഞില്ലായിരുന്നോ? ആ വചനമാണ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ആമേൻ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന അത് നിങ്ങൾക്ക് വിജയമായി, നന്മയായി, അനുഗ്രഹമായിട്ട് വരും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയോഗം കിട്ടിയവൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ വിജയമാണ്. ഞാനത് ദൈവവചനത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതിനാധാരമായി എടുക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകം അവിടെ 3 പേരുടെ പ്രാർത്ഥനയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യമാണ്. എനിക്ക് നല്ലൊരു അപേക്ഷയുണ്ട്, ഒരാഗ്രഹമുണ്ട്, ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറയുന്നത് എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, അത് നിങ്ങൾക്കൊരു അനുഗ്രഹമാകാൻ വേണ്ടിയിട്ടാണ്. നിയോഗം കിട്ടിയവൻ്റെ കൈവെള്ളയിൽ ദൈവം അനുഗ്രഹത്തെ വച്ചിട്ടുണ്ട്. എനിക്കുള്ളതല്ല, നിങ്ങൾക്കുള്ളത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗം കിട്ടിയവനെ പിണക്കരുത്. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗം കിട്ടിയവൻ തളർന്നു പോകാതിരിക്കാൻ നിങ്ങളും പ്രാർത്ഥിക്കണം. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗം കിട്ടിയവർ തളർന്നു പോകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവ നിയോഗം വെച്ചവരാ എൻ്റെ നാളത്തെ അനുഗ്രഹമായി മാറുന്നത്. ഹല്ലേലൂയ. ഞാൻ ആ വചനം എടുത്ത് വായിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതലുള്ള വാക്യം. അതിൻ്റെ ഹെഡിങ് ഒന്ന് വായിച്ചേ. അമലേക്യരുമായി യുദ്ധം. ഒരു യുദ്ധത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. യുദ്ധത്തെക്കുറിച്ച് ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം എന്നാ നമുക്ക് കുറച്ചൊക്കെ ന്യൂസിലൂടെ കണ്ട് കേട്ട് അറിയാൻ പറ്റും. നമുക്കറിയാം യുദ്ധം. അത് നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണെങ്കിലും ഈ വചനം ഈ വിധത്തിൽ ഇന്ന് പ്രസംഗിക്കുന്നത് ഇത് ആദ്യമാണ്. ശ്രദ്ധിച്ചു കേട്ടോ. അമലേക്യർ റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. അപ്പോൾ മോശ ജോഷുവയോട് പറഞ്ഞു, ആളുകളെ തിരഞ്ഞെടുത്ത് അമലേക്യരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ആരാ പറഞ്ഞത്? മോശ ജോഷുവയോട് പറഞ്ഞു, ആളുകളെ തെരഞ്ഞെടുത്ത് അമലേക്യരുമായി യുദ്ധത്തിന് പുറപ്പെടുക. യുദ്ധത്തിന് പോകുമ്പോൾ കയ്യിൽ ആയുധം വേണം, ഉപകരണങ്ങൾ വേണം, തന്ത്രങ്ങൾ വേണം, ശക്തി വേണം. അതാ പറഞ്ഞ് തെരഞ്ഞെടുത്ത് നല്ല കഴിവുള്ളവരെ, മിടുക്കരെ യുദ്ധത്തിനായി സജ്ജമാക്കുക. അപ്പോൾ മോശ എന്തു ചെയ്യുമെന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. അതെനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. യുദ്ധം ചെയ്യുമ്പോൾ ഒരു വടിയെങ്കിലും എടുത്ത് യുദ്ധഭൂമിയിലല്ലേ പോയി നിൽക്കേണ്ടത്? അവർക്കൊരു പ്രോത്സാഹനമായി ചേർന്നല്ലേ നിൽക്കേണ്ടത്? മോശ പറയുവാണ്, ഞാൻ ദൈവത്തിൻ്റെ വടിയും കയ്യിലെടുത്ത് ഇങ്ങനെയൊരു പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മലയുടെ മുകളിൽ പോയി നിൽക്കും. ഏത് കാര്യം എന്തെടുത്തോണ്ട്? ദൈവത്തിൻ്റെ വടി. അതാണ് ദൈവ നിയോഗം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രശ്നം വന്നപ്പോൾ ദൈവനിയോഗം കിട്ടിയവൻ മലമുകളിലേക്ക് പോവുക.
നമ്മളാണെ പറയില്ല, നീ മലമുകളിലേക്കൊന്നും പോകണ്ട, ഇപ്പം പ്രാർത്ഥിക്കാനൊന്നും പോകണ്ട, ഇപ്പം യുദ്ധഭൂമിയിൽ എങ്ങനെയാലും ഒഴിവാകാൻ വേണ്ടി ഒരു ട്രിക്ക് നോക്കണ്ട, ഇവിടെ വന്ന് മര്യാദയ്ക്ക് യുദ്ധം ചെയ്തോളാൻ നമ്മൾ പറയും. ഇഷ്ടം പോലെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത്രയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി, ഇപ്പം ഇവിടെ നിൽക്കുക, നീ മാത്രം രക്ഷപ്പെട്ട് മലമുകളിലേക്ക് പോകണ്ടെന്ന് നമ്മളാണെ പറയും. പക്ഷെ രാജാവ് പറഞ്ഞു, നിയോഗം കിട്ടിയവൻ്റെ കയ്യിലാണ് രാജ്യത്തിന്റെ വിജയമെന്ന് രാജാവിനറിയാം. ഹല്ലേലൂയ. നിയോഗം കിട്ടിയവന്റെ പ്രാർത്ഥനയിൽ എന്റെ വിജയം ഇരിപ്പുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നും കൂടെ കേട്ടെ, ദൈവത്തിന്റെ വടിയും കയ്യിലെടുത്ത് മലമുകളിൽ കയറി നിൽക്കും. 10ാമത്തെ വാക്യം, മോശ പറഞ്ഞതനുസരിച്ച്, മോശയുടെ നിർദ്ദേശമനുസരിച്ച് ജോഷുവ എന്തു ചെയ്തു? ജോഷുവ അമലേക്യരുമായി യുദ്ധം ചെയ്തു. ഒരു പറ്റം ആളുകൾ യുദ്ധം ചെയ്തപ്പോൾ 3 പുരുഷന്മാർ ഒരു നിയോഗത്തോടെ എവിടെ കയറി നിന്നു? മലമുകളിൽ കയറി. എനിക്ക് മനസ്സിലാകുന്നില്ല, എത്ര വായിച്ചിട്ട് ഇതിന് പിടികിട്ടുന്നില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കുകയെ, നമ്മുടെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരാൾ അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ ബുദ്ധി കണ്ടല്ല ചിന്തിക്കേണ്ടത്, ആത്മാവിൽ അതിനെ എടുത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതിനാണ് ശരിക്കും പറഞ്ഞാൽ നിയോഗത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മൾ കേൾക്കുന്ന വചനത്തോട് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആവശ്യത്തെ ചേർത്ത് വയ്ക്കുന്ന പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം തുറന്ന ഒരത്ഭുത വാതിലാണ് നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. വാസ്തവത്തിൽ ദൈവം തുറന്ന അനുഗ്രഹത്തിനായി ദൈവം തുറന്ന വാതിലിന്റെ പേരാണ് നിയോഗ പ്രാർത്ഥന. ഞാൻ അങ്ങനെയാ വിശ്വസിക്കുന്നത്. ഏതു നാട്ടിൽ ചെന്നാലും ഏത് സ്ഥലത്തു ചെന്നാലും അവിടെയും കാണും ഈ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം കിട്ടിയ ഒരു 10 പേരേലും ഒരു 10 പേരേലും പറയും, എൻ്റെ അനുഗ്രഹം ഇന്നതാ, എനിക്ക് ഇന്നത് കാര്യം ലഭിച്ചുവെന്ന്. മിനിമം ഏതു ദേശത്ത് ചെന്നപ്പോഴും ഒരു 10 പേരെങ്കിലും ഇങ്ങോട്ട് പറയാൻ വരും. ഹല്ലേലൂയ. 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 ഈ വചനത്തിലൂടെ അനുഗ്രഹം പ്രാപിച്ച 100 കണക്കിന് അക്രൈസ്തവരെ ഞാൻ കണ്ടു. ദൈവവചനത്തിലൂടെ അനുഗ്രഹം, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വാസ്തവത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഈ കാലഘട്ടത്തിൽ അനേകമായിരങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കാൻ വാസ്തവത്തിൽ ദൈവം തുറന്ന ശുശ്രൂഷയുടെ പേരാണ് നിയോഗ പ്രാർത്ഥന, അല്ലെങ്കിൽ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 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 ഇതൊന്ന് മനസ്സിലാക്കണം. യുദ്ധം നടക്കുന്നത് എവിടെയാണ്? താഴെ ആ മലയുടെ അടിവാരത്താണ്. 3 പേര് പ്രാർത്ഥിക്കുന്നത് എവിടെയാണ്? മലയുടെ മുകളിൽ. ഒരു ഇന്നത്തെ പോലെ ഫോണോ വാട്സപ്പോ ഫേസ്ബുക്ക് ഒന്നുമില്ല. പക്ഷെ ബൈബിൾ എഴുതിയിരിക്കുവാണ്, നിയോഗം കിട്ടിയ 3 പേർ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഇസ്രായേൽക്കാർക്ക് ജയമായിരുന്നു. ഹല്ലേലൂയ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരാൾ നിനക്കുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നിങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്. ആമേൻ. അതൊരു ഭാഗ്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിയോഗത്തിൽ എനിക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് നിയോഗത്തിൽ പ്രാർത്ഥിക്കുക. ഒരാളുടെ വീട്ടിൽ പ്രാർത്ഥിച്ചോ, ഒരാളുടെ തലയിൽ കൈവച്ചോ, ഒരു സെക്കൻഡെങ്കിലും പ്രാർത്ഥിച്ചോ, നിയോഗത്തിൽ അത് പ്രാർത്ഥിക്കുക. അത് ആ വ്യക്തിക്ക് വിജയമാകുമെന്ന് അറിയാൻ പറ്റും. അടുത്ത വാര്യം ഒന്ന് വായിച്ച് അടുത്ത വാക്യം വായിക്കാൻ പോവുകയാണ്. പോയി പ്രാർത്ഥിച്ചവരുടെ പേരെഴുതിയിട്ടുണ്ട്. മോശ, അഹറോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. കയറി ഇരുന്നു എന്നാണോ നിന്നു എന്നാണോ? കയറി നിന്നു. അവർക്ക് വേണമെങ്കിൽ അവിടെ ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു. ആരറിയാൻ അവിടെ കയറി ഉറങ്ങിയ? രാജാവ് അറിയില്ലല്ലോ. പക്ഷെ അവരെല്ലാം രാജ്യത്തിനു വേണ്ടി ആ മലയുടെ മുകളിൽ കയറി പ്രാർത്ഥനയോടെ നിന്നു. നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരു നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവരാണ്. ഒരമ്മ എന്ന നിലയിലായിരിക്കാം, ഒരപ്പൻ എന്ന നിലയിലായിരിക്കാം, ഒരു യുവാവ് യുവതി എന്ന നിലയിലായിരിക്കാം. നിങ്ങളുടെ കൈവെള്ളയിലുണ്ട് നിങ്ങളുടെ ഭവനത്തിന്റെ ഒരു അനുഗ്രഹം. ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട് നിങ്ങൾക്കുള്ള ഒരു വിടുതൽ. ഞങ്ങളുടെ കൈകളിലുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനകളിലുണ്ട് നിങ്ങൾക്കുള്ള ഒരു അത്ഭുതം, നിങ്ങൾക്കുള്ള അനുഗ്രഹം. നിയോഗം കിട്ടിയ ഞങ്ങളുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 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 അതിനെ പിണക്കരുത്, അതിനെ കളയരുത്. അതുകൊണ്ടാണ് നിയോഗം കിട്ടിയവന്റെ പ്രാർത്ഥന കളയല്. അത് ചിലര് പ്രാർത്ഥന മേടിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ആ വ്യക്തി, ഞാൻ തലേ കൈവച്ച സമയത്ത് ആ വ്യക്തിയോട് 2 കൈയും കൂടെ എൻ്റെ കൈയുടെ മുകളിൽ മുറുകെ പിടിച്ച് വിടാൻ സമ്മതിക്കുന്നില്ല.
അതിനുശേഷം ഞാൻ ചോദിച്ചു, അതെന്തിനാ എൻ്റെ കൈ മുറുകെ പിടിച്ചത്? അച്ഛാ, നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം മുഴുവൻ എനിക്ക് വേണം. ഹല്ലേലൂയ. പകുതി പോരാ, എനിക്ക് പകുതി പോരാ, അത് മുഴുവൻ എനിക്ക് വേണം. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം ശ്രദ്ധിച്ചു വായിക്കുന്നു, 11-ാമത്തെ വാക്യം. മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചിരുന്നപ്പോഴെല്ലാം. അപ്പോൾ മോശ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? മലയുടെ മുകളിലല്ല, 2 പേരുടെ നടുക്കാണ്. ഇപ്പുറത്ത് ആരാ ഉള്ളത്? അഹ്റോൻ. ഇപ്പുറത്തെ സൈഡിൽ ആരാണ്? ഹൂർ. ഈ പുള്ളിനെ എന്തിനാ നടുക്ക് നിർത്തിയത്? അവര് സൈഡ് നിർത്തിയാൽ പോരായിരുന്നോ? അപ്പുറത്ത് നിന്നിട്ട് അഹ്റോന് നടുക്ക് നിന്നപ്പോ, നിയോഗം കിട്ടിയവൻ സൈഡിൽ നിന്നാൽ പോരാ, നിയോഗം കിട്ടിയവൻ നടുക്കു നിൽക്കണം. നിയോഗം കിട്ടിയവന്റെ പ്രാർത്ഥന സെൻട്രൽ തന്നെ നിൽക്കണം. ഹല്ലേലൂയ. അതാണ് മോശ നടുക്കു നിന്നു. ബൈബിൾ വായിക്കുമ്പോൾ അറിയാം അവരെങ്ങനെയാ നിന്നെന്ന്. അഹ്റോൻ ഇപ്രവശത്തും ഹൂർ ഇപ്രവശത്തും നിന്നു. എന്നിട്ട് എഴുതിയിരിക്കുന്നത്, നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയെ കുറിച്ച് എഴുതിയിട്ടുള്ളൂ. മോശ കരങ്ങൾ ഉയർത്തിപ്പിടി. അപ്പൊ 2 പേരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചില്ലേ? അവരുടെ 2 പേരുടെ പ്രാർത്ഥന എന്നാ എഴുതാഞ്ഞത്? 3 പേരുണ്ടെങ്കിൽ വേണേ അവർ പറയണ്ടേ, ഞങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചിട്ടാണ്. നീ ഒറ്റയ്ക്ക് അങ്ങനെ പ്രാർത്ഥിക്കേണ്ട. അല്ല, അവർക്കറിയാം മോശയാണ് ഇതിനകത്ത് നിയോഗമുള്ള വ്യക്തി. ഈ വ്യക്തിയുടെ കൈ താഴരുത്. ഈ വ്യക്തി പ്രാർത്ഥിച്ചാലേ അനുഗ്രഹം ഉണ്ടാകും. ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്നോളാം. അങ്ങനെയാ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. മോശ അവരെ നടുക്കു നിർത്തി. ഒരുപക്ഷെ നിയോഗം കിട്ടിയ ഞാൻ ഇന്ന് നടുക്കു നിന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ഇടതും വലതും ശുശ്രൂഷകർ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം ഈ ജനത്തിനത് വരാൻ തുടങ്ങും, അത് അനുഭവിക്കാൻ തുടങ്ങും. എൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ നാളെ വേറൊരാളാകാം, എൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ വേറെ പലരുമാകാം. പക്ഷെ നിയോഗം കിട്ടിയവൻ നിൽക്കേണ്ടത് നടുക്കാണ്, സെന്ററിൽ നിൽക്കുവാണ് മോശ. മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. ഒന്നും കൂടെ ഉറക്കെ വായിച്ചേ. ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. നോക്കൂ, പ്രാർത്ഥന നിയോഗത്തിൽ ഉയർന്നപ്പോൾ അപ്പുറത്തു ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, അപ്പുറത്തു ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നു. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മറു സൈഡിൽ നമ്മൾ കാണുന്നില്ലേലും ദൈവത്തിന്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. നോക്കൂ, നിയോഗം കിട്ടിയവൻ അന്നേരം കിടന്നുറങ്ങിയായിരുന്നെങ്കിലോ? നിയോഗം കിട്ടിയ മോശ അപ്പുറത്തെ മലയുടെ മുകളിൽ ഏതെങ്കിലും പാറയുടെ സൈഡിൽ പോയി ഒളിച്ചിരുന്ന് വെയിലാ ചൂടാ കഷ്ടപ്പാടാന്ന് പറഞ്ഞ് അവിടെ ഇരുന്നായിരുന്നെങ്കിലോ? പ്രാർത്ഥന അവിടെ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ തോറ്റ് തുന്നം പാടിപ്പോയനേം, തകർന്നു പോയനേം. ഇപ്പോൾ നോക്കൂ, നിയോഗം കിട്ടിയവന്റെ പ്രാർത്ഥനയാണ് തോറ്റു പോകേണ്ട സ്ഥാനത്ത് വിജയിച്ചു നിൽക്കാനുള്ള കാരണം. അത് ചിലപ്പോൾ എല്ലാ കണ്ണുകളും കണ്ടുവെന്നോ എല്ലാ ബുദ്ധിയും മനസ്സിലാക്കിയെന്നോ വരത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചിലരായിരിക്കും ഇവിടെ വന്നത്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ നിന്ന്, ഈ ദേശത്ത് നിന്ന്, വേറൊരു ദേശത്ത് നിന്ന് ഇവിടെ വന്ന നിങ്ങൾ നിയോഗമുള്ള ഒരാളാണ്. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിന്റെ വിടുതലായി മാറാൻ തുടങ്ങും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു അപ്പൻ എന്ന നിലയിൽ, മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങളുടെ നിയോഗത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് മറുവശത്ത് ദൈവത്തിന്റെ പ്രവർത്തികൾ ആരംഭിച്ചു കൊണ്ടിരിക്കുന്നു, ദൈവത്തിന്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് വിശ്വസിച്ച് പറഞ്ഞ്, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്ക് ഈ വാക്യം ഒത്തിരി ഇഷ്ടമാണ്. ഈ അടുത്ത കാലത്തായി ഈ വിധത്തിൽ ഇത് ചിന്തിക്കാൻ തുടങ്ങിയത്. നിയോഗം കിട്ടിയവന്റെ കൈവെള്ളയിലാണ് ഇസ്രായേലിന്റെ വിജയം ഉണ്ടായിരുന്നത്. നിയോഗം കിട്ടിയ എന്റെ കയ്യിലായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്കുള്ള വിജയം ഇരിക്കുന്നത്. നിയോഗം കിട്ടിയ ഇന്ന വ്യക്തിയുടെ അടുത്തായിരിക്കും, ഇന്ന ശുശ്രൂഷകന്റെ അടുത്തായിരിക്കും. ചിലപ്പോൾ അതൊരു കൗൺസിലർ ആകും, ചിലപ്പോൾ അത് പാട്ടുകാരനാകും, ചിലപ്പോൾ അത് വചനം പറയുന്ന മറ്റൊരാളാകും, ചിലപ്പോൾ ഒരു ശുശ്രൂഷകനായിരിക്കും. അവന്റെ കയ്യിലുണ്ട് നിന്റെ വിടുതൽ, അവന്റെ കയ്യിലുണ്ട്, അവന്റെ കൈവെള്ളക്കകത്തുണ്ട് നിനക്കുള്ള സൗഖ്യം. അവൻ നിന്നെ നോക്കി പ്രാർത്ഥിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ ചരിത്രം തന്നെ മാറാനിട വരും. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. 3 പേര് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെ വിശ്വസിച്ചാണ് ഇത് പറയുന്നത്. മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നപ്പോഴൊക്കെ ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. അതെങ്ങനെ? അങ്ങനെയല്ലല്ലോ എഴുതേണ്ടത്, അങ്ങനെയല്ലല്ലോ എഴുതാ. അത് സെറ്റല്ലേ? ഇതെനിക്ക് മനസ്സിലാകുന്നില്ല. ശരിയല്ല, ഇതങ്ങനെയല്ല എഴുതേണ്ടത്. അവർ യുദ്ധം ചെയ്യുന്നതനുസരിച്ച് വിജയിച്ചുകൊണ്ടിരുന്നു എന്നല്ല എഴുതേണ്ടത്.
ഞങ്ങൾ ബുദ്ധിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ വിജയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയല്ല വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അവർ പ്രാർത്ഥിച്ചിരുന്നപ്പോഴൊക്കെ, അല്ല, കരങ്ങൾ ഉയർത്തി പിടിച്ചിരുന്നപ്പോഴൊക്കെ ദൈവത്തിൻ്റെ സഹായം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരു അമ്മയ്ക്ക് ഇതറിയാമോ? ഒരു പിതാവിന് ഇതറിയാമോ? ഒരു യുവാവൻ, ഞാനോ നിങ്ങളോ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനകളിൽ ദൈവസഹായം കിട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലാകുന്നു? നമ്മൾ വിചാരിക്കും കൈ ഉയർത്തി പ്രാർത്ഥിക്കൽ എന്താ അർത്ഥമുള്ളത്? ഇങ്ങനെ കൈ കെട്ടിയിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, പിന്നെ മൗനത്തിൽ പ്രാർത്ഥിച്ചാൽ പോരെ? എല്ലാ പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു. പക്ഷേ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിന് അതിനേക്കാൾ ദൈവസഹായം കിട്ടുമെന്നും കൂടെ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും കാണുന്നില്ലേലും, ആരും കേൾക്കുന്നില്ലേലും, ആരും പ്രോത്സാഹിപ്പിച്ചില്ലേലും, ആരെല്ലാം വിമർശിച്ചാലും സാധിക്കുന്ന സമയത്ത് ജീവിത നിയോഗത്തെ കരങ്ങളിൽ കൊടുത്ത്, ദൈവകരങ്ങളിൽ കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ദൈവത്തിന്റെ സഹായം നിന്റെ പ്രതിസന്ധികളിൽ, നിന്റെ വെല്ലുവിളിക്കുന്ന മേഖലകളിൽ, നിന്റെ പ്രയാസങ്ങളിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. ദൈവ നിയോഗം കിട്ടിയവന്റെ കൈവെള്ളയിൽ നിന്റെ വിജയമുണ്ട്, നിന്റെ സൗഖ്യമുണ്ട്, നിന്റെ അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അത്ഭുതമാണ്. മോശ പ്രാർത്ഥിച്ചു. അടുത്ത വാക്യം നോക്കിക്കേ. കുറച്ചു കഴിഞ്ഞപ്പോൾ മോശ പ്രാർത്ഥിച്ചു മടുത്തു. അടുത്ത് എഴുതിയിരിക്കുന്നു, നോക്കൂ. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. നേരെ സാഹചര്യങ്ങൾ മാറിപ്പോയി. തോക്കണ്ട സ്ഥാനത്ത് വിജയിച്ചുകൊണ്ടിരുന്നു. എപ്പം? അപ്പുറത്തെ മലയുടെ മുകളിൽ പ്രാർത്ഥന ഉയർന്നപ്പോൾ, നിയോഗത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മോശയ്ക്കും അഹറോനും ഹൂറിനും തോന്നി, ഇത്രയൊക്കെ മതി, കൈ മടുത്തു, ക്ഷീണമായി. പ്രാർത്ഥന നിർത്തിയപ്പോൾ ദൈവത്തിൻ്റെ സഹായം അവർക്ക് ലഭിച്ചില്ല. അപ്പോൾ നേരെ അമലേക്യർ, തോക്കേണ്ടവർ ജയിക്കാൻ തുടങ്ങി. അമലേക്യർ ശക്തിയോടെ കയറി വരാൻ തുടങ്ങി. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാളെങ്കിലും നിയോഗത്തോടെ നടുക്ക് നിൽക്കണം കേട്ടോ. എല്ലാവരും പ്രാർത്ഥനയെ കുറ്റം പറഞ്ഞ് മാറിപ്പോകല്, എല്ലാവരും വിമർശിച്ചുകൊണ്ട് പോകല്. ഒരാളേലും വേണം നിയോഗത്തോടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ആ വ്യക്തിയുടെ പ്രാർത്ഥനയാണ് ആ കുടുംബത്തിൽ, മക്കളിൽ, തലമുറയിൽ, ഭാവിയിൽ, വിദ്യാഭ്യാസത്തിൽ, സാമ്പത്തികത്തിൽ, ബിസിനസ്സിൽ ദൈവസഹായം കിട്ടിക്കൊണ്ടിരിക്കാൻ കാരണം. ഹല്ലേലൂയ. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കാമോ? എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. ഇസ്രായേൽക്കാർക്ക് വേണ്ടി 3 പേര് പ്രാർത്ഥിക്കാനുള്ളപ്പോൾ അമലേക്യർക്ക് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. ഇതുപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാളേലും ഉണ്ടെങ്കിൽ, ഒരു മന്ത്രമോ ഒരു കൂടോത്രത്തിനോ ഒരു വ്യക്തിക്കോ ഇനി ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവസഹായം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പതറി പോകത്തില്ല, തോറ്റു പോകത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല. തോക്കണ്ട സ്ഥാനത്ത് ജയിച്ചോണ്ടിരിക്കും. ഒന്നുകൂടെ ആ വാക്ക് പറയാം. ഇത്രയ്ക്കിത്ര ബുദ്ധി ശക്തിയൊക്കെ ഉള്ളൂ, തോറ്റു പോകേണ്ട ആളാണ്. പക്ഷെ തോക്കണ്ട സ്ഥാനത്ത് ജയിക്കാൻ കാരണം വാളിന് മൂർച്ചയുള്ളത് കൊണ്ടല്ല, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 3 പേര് അപ്പുറത്തെ മല നിപ്പുള്ളതുകൊണ്ടാണ്. ഒരുപക്ഷെ ഈ ആലയത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരൊക്കെയോ ഉള്ളത് കൊണ്ടാണ് നിന്റെ കുടുംബത്തിനകത്ത് ചില വിടുതലുകൾ ഉണ്ടായത്, നിന്റെ വ്യക്തി ജീവിതങ്ങളിൽ ചില വിടുതലുകൾ സംഭവിച്ചത്. തോറ്റു പോകേണ്ട സ്ഥാനത്തും നിങ്ങൾ പലരും ജയിക്കാൻ തുടങ്ങിയത് കൈക്കരുത്ത് കൊണ്ടോ വാളിന്റെ മൂർച്ച കൊണ്ടോ ഒന്നുമല്ല, സ്വാധീനം കൊണ്ടല്ല. നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകൾ നിയോഗത്തിൽ നിനക്ക് കിട്ടിയത് കൊണ്ടാണ് ഈ വിജയമുണ്ടായത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നമ്മൾ ഈ നിയോഗത്തിൽ ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇത് പറഞ്ഞു തീർന്നില്ല, മുഴുവൻ പറഞ്ഞ് പ്രസംഗിച്ചു തീർന്നില്ല. പക്ഷെ അത് മുഴുവൻ പ്രസംഗിച്ച് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പല ഭാഗങ്ങളും മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു കേട്ട വചനത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. മോശയും അഹറോനും ഹൂറും മലമുകളിൽ പോവുകയാണ്. സങ്കടത്തോടെയാണ് കയറിപ്പോയേ. കാരണം ആ രാജ്യത്തിലെ മുഴുവൻ ആളുകളും യുദ്ധത്തിനായിട്ട് പോവുകയാണ്. നഷ്ടങ്ങളുണ്ടാകാം, തോറ്റുപോകാം. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ 3 പേർ ഒരു നിയോഗത്തിൽ പ്രാർത്ഥിക്കാന്ന്. നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നതിനെ വില കുറച്ച് കാണരുത്, നിസ്സാരമായി കാണരുത്.
കേട്ടോ, നിസ്സാരമായിട്ട് കാണല്ലേ. പിന്നെ ഞങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട്, ഇതൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടച്ചോ. അങ്ങനെ ചിന്തിക്കരുത്. ഗൗരവത്തോടെയാണോ കാണുന്നത്? ദൈവവും നിങ്ങളെ ഗൗരവത്തോടെ കാണാൻ തുടങ്ങും. നിങ്ങൾ പ്രാർത്ഥനയെ, ആരാധനയെ ഗൗരവത്തോടെയാണോ കാണുന്നത്? ദൈവവചനത്തെ സീരിയസ് ആയിട്ടാണോ കാണുന്നത്? നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവം ഗൗരവത്തോടെ എടുക്കുന്ന സമയമാണ് ഇത്. യൂട്യൂബിലൂടെ നിങ്ങൾ കേൾക്കുമായിരിക്കും, ഇപ്പോൾ ചിലപ്പോൾ ഇതിപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമായിരിക്കും. ഒരു നിയോഗത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയേ, ഇവിടെ ഇത് പ്രസംഗിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ പ്രസംഗിക്കുന്ന പുള്ളിക്ക് മാത്രമേ നിയോഗമുള്ളൂ, ഈ പുള്ളി പ്രാർത്ഥിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെയല്ല. നിയോഗം കിട്ടിയ അപ്പച്ചന്മാരുണ്ട്, നിയോഗം കിട്ടിയ അമ്മമാരുണ്ട്, നിയോഗമുള്ള പുരോഹിതരുണ്ട്, നിയോഗമുള്ള ശുശ്രൂഷകരുണ്ട്, നിയോഗമുള്ള പാട്ടുകാരുണ്ട്, നിയോഗമുള്ള മധ്യസ്ഥ പ്രാർത്ഥനക്കാരുണ്ട്, നിയോഗമുള്ള പലരും എൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുമുണ്ട്. ഞാൻ മാത്രമല്ല. പക്ഷെ ഇന്നിവിടെ നിൽക്കുന്നത്, ഈ മൈക്കെടുത്ത് പിടിച്ചിരിക്കുന്നത് ഒരു നിയോഗത്തിലായോണ്ട് ഞാൻ പറയുക. ദൈവ നിയോഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാ പറയുന്നത്. നിങ്ങൾ ഏത് പ്രയാസത്തിലോ പ്രതിസന്ധിയിലോ വെല്ലുവിളിയിലോ ആയിക്കൊള്ളട്ടെ, ഇന്നത്തെ പ്രയാസങ്ങൾ തോറ്റ് പോകേണ്ട ഒരു സാഹചര്യത്തിലാ ചെന്ന് നിൽക്കുന്നതിലും, തകർന്നു പോകേണ്ട സ്ഥാനത്താ പോയി ചെന്ന് നിൽക്കുന്നതിലും, ആ സ്ഥാനത്തു നിങ്ങളെ വിജയിപ്പിച്ചു കൊണ്ടുവരാൻ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം കണ്ണുകളെ അടച്ചേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. കർത്താവേ, ഞങ്ങളുടെ കരങ്ങൾ ബലഹീനമാണ്, സാധാരണ പച്ചയായ മനുഷ്യരാണ്. അടുക്കളയിലെ കൈക്കലത്തുണി പോലെ കരിയും ചെളിയും ഒക്കെ പറ്റിയൊരു കൈക്കലത്തുണി പോലെയാണ് ഞങ്ങളുടെ ജീവിതം. പക്ഷെ ഞങ്ങളിവിടെ നിൽക്കാൻ കാരണം ഞങ്ങളുടെ മേൽ അങ്ങ് തന്നൊരു നിയോഗമുണ്ട്. ഞങ്ങളോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ അടുത്ത് വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, നിന്റെ അടുത്ത് വരുന്നവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. അതിന്റെ പേരാണ് നിയോഗം. അതിന്റെ പേരാണ് നിയോഗം. കർത്താവേ, നിയോഗം കിട്ടിയവന്റെ പ്രാർത്ഥനയാണ് എൻ്റെ സക്സസ്. നിയോഗം കിട്ടിയവന്റെ പ്രാർത്ഥന എനിക്ക് കിട്ടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതിന്റെ പേരാണ് വിടുതൽ. ഇസ്രായേൽക്കാർ അമലേക്കരുമായി യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ ബുദ്ധി പറഞ്ഞു, അവരുടെ ബുദ്ധിയുള്ളവരും അറിവുള്ളവരും പറഞ്ഞു, തോക്കാനേ സാധ്യതയുള്ളൂ, അമലേക്കര് ഭയങ്കര ശക്തന്മാരും, നമുക്കതിന് വല്ല ആയുധമുണ്ടോ, ശക്തിയുണ്ടോ, ബുദ്ധിമാന്മാരുണ്ടോ, നമ്മൾ തോക്കുള്ളൂ എന്ന് പറഞ്ഞ പോയെ. പക്ഷെ തോക്കണ്ട സ്ഥാനത്ത് ജയിക്കാൻ കാരണം വാളിന്റെയോ കുന്തത്തിന്റെയോ മൂർച്ച കൊണ്ടല്ല കുഞ്ഞെ. 3 പേർ നിനക്ക് വേണ്ടി കൈ വിരിച്ച് പിടിച്ച് മോളിൽ നിൽക്കുന്നത് നീ കണ്ടായിരുന്നോ? ഈ ആലയത്തിൽ നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട് മക്കളെ, ചിലരുണ്ട് കുഞ്ഞെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. നിയോഗം കിട്ടിയവന്റെ കൈവെള്ളക്കകത്തു നിന്റെ വിജയമുണ്ട്. നിയോഗം കിട്ടിയവന്റെ കൈവെള്ളയിൽ നിന്റെ കുടുംബത്തിന്റെ വിശ്വസിക്കുന്നു. നിയോഗം കിട്ടിയവന്റെ കൈവെള്ളക്കകത്തു നിന്റെ സൗഖ്യം ഇരിപ്പുണ്ട്, നിന്റെ വിടുതലിരിപ്പുണ്ട്. അത് സ്വീകരിക്കുന്ന സമയമാ, അത് ഏറ്റുവാങ്ങുന്ന സമയമാ. ഒന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചൊന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്നു. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് എന്നാലും കർത്താവ് ശക്തൻ എന്ന് പാടാമോ? ഏലിയാ നമ്മെ പോലൊരു മർത്യൻ. ഒരുമിച്ച് പാടി. എന്നാലും കർത്താവ് ശക്തൻ, സ്വർഗമടയ്ക്കാൻ വഴി അടയ്ക്കാൻ മനമുരുകുമ പ്രാർത്ഥനയ്ക്കായി. ഒന്ന് പാടിക്ക്. വീണ്ടും തുറക്കാൻ മഴ വിതറാൻ മനമുരുകുമ പ്രാർത്ഥനയ്ക്കായി. ഒന്ന് ചേർന്ന് പാടിക്കേ. മഴയകറ്റാൻ മനമുരുകുമ പ്രാർത്ഥനയ്ക്കായി. വീണ്ടും തുറക്കാൻ മഴ വിതറാൻ മനമുരുകുമ പ്രാർത്ഥനകൾ ഉയർത്തിയോ നടിച്ചു പാടാമോ? ഏലിയാ നമ്മെ പോലൊരു മർത്യൻ, പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം,
സർവശക്തനെന്നും നമ്മോടൊപ്പം. കണ്ണുകളടച്ച് പ്രത്യാശിച്ചാൽ ലഭിക്കും. പ്രത്യാശിച്ചാൽ ലഭിക്കും. ആമേൻ. വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ചാൽ തുറക്കും. വിശ്വസിക്കുന്ന കർത്താവേ. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും. കാരണം സർവശക്തൻ എന്നും നമ്മോടൊപ്പം. ആമേൻ. നിങ്ങൾ ചിലർ നിൽക്കുന്നത് തോക്കണ്ട ഒരു സ്ഥാനത്താണ്. പക്ഷെ ഇന്നത്തെ പ്രാർത്ഥനയൊക്കെ കിട്ടുമ്പോണ്ടല്ലോ, തോക്കണ്ട സ്ഥാനത്ത്, നാണം കെട്ടു പോകേണ്ട സ്ഥാനത്ത്, പരാജയപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത്, തോറ്റു തുന്നം പാടേണ്ട സ്ഥാനത്ത് ജയിച്ചു വരാൻ തുടങ്ങും. ആമേൻ. ജയിക്കാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. കൈക്കരുത്ത് കൊണ്ടല്ല, രാഷ്ട്രീയ സ്വാധീനം കൊണ്ടല്ല, തോറ്റെടുത്ത് ജയിക്കാൻ തുടങ്ങുന്നത് ദൈവത്തിന് നിന്നോടുള്ള കടാക്ഷം കൊണ്ടാണ്. ആമേൻ. 2, നിനക്ക് വേണ്ടി നിയോഗത്തിൽ ചിലര് പ്രാർത്ഥിച്ചോണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ വാക്ക് മറക്കല്ല്. മോശയുടെ കൈവെള്ളയ്ക്കകത്ത് ഇസ്രായേലിന്റെ വിജയം ഉണ്ടായിരുന്നു. മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ ജനം വിജയിച്ചു കൊണ്ടിരുന്നു. ആമേൻ. ആ ജനം വിജയിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു വന്നിരുന്നെങ്കിൽ, എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹമായിരുന്നെങ്കിൽ, ആ പാസ്പോർട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയിരുന്നെങ്കിൽ, ആ കല്യാണ തടസ്സങ്ങൾ മാറിയിരുന്നെങ്കിൽ. പ്രാർത്ഥിക്കുന്ന നിന്റെ കയ്യിലുണ്ട് കുഞ്ഞെ നിന്റെ കുടുംബത്തിന്റെ വിടുതൽ. ആമേൻ. നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ കേട്ട ഈ വചനം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, സാധാരണമല്ലേ? അല്ല, സാധാരണമല്ല. നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന നിന്റെ അനുഗ്രഹമാണ്. അതെനിക്കും ഒരു അനുഗ്രഹമാണ്. ബൈബിൾ അത് പഠിച്ചെടുക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. അടുത്ത കാര്യം വായിക്കണം. 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. പ്രാർത്ഥിച്ച മോശയുടെ കൈ എന്ത് സംഭവിച്ചു? കുഴഞ്ഞു. മടുത്തിങ്ങനെ ആയിപ്പോയി, താന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, നമ്മളോട് ചിലർ പറയാറില്ലേ, നിനക്കൊക്കെ എന്ത് സുഖമാണ്, ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പോരെ, എളുപ്പമാണ്. പ്രാർത്ഥിക്കാൻ എളുപ്പമായിരിക്കും. 1-ാമത്തെ പേജിൽ നിന്ന് 62-ാമത്തെ പേജ് വരെ വായിച്ചു പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്. നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നത് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടില്ലല്ലോ യുദ്ധം ചെയ്ത പട്ടാളക്കാര് വാളുകൊണ്ട് വെട്ടിക്കുഴഞ്ഞു എന്നല്ല എഴുതിയിരിക്കുന്നത്. പ്രാർത്ഥിച്ച് മലമൂളെ നിൽക്കുന്ന മോശയുടെ കൈ കുഴഞ്ഞു എന്നാ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ക്ഷീണിച്ചു പോകും, മടുക്കും, വേണ്ടെന്ന് തോന്നും. മതി ഈ പ്രസംഗമൊക്കെ, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. കൈ മടുക്കും, കാല് വേദനിക്കും. നിങ്ങൾ ചിന്തിച്ചോ, യുദ്ധം ചെയ്തവരല്ലേ മടുക്കേണ്ടത്? പ്രാർത്ഥിക്കുന്നവർ എന്നാ സുഖമാണ്. ചില വെയിലൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഇരുന്ന് സുഖം, പേടിക്കണ്ടല്ലോ, ആരും വെട്ടാനും കുത്താനും വരികയല്ലോ. യുദ്ധം ചെയ്തവൻ മടുത്തു എന്നല്ല എഴുതിയിരിക്കുന്നത്. യുദ്ധം ചെയ്തവൻ ക്ഷീണിച്ചു എന്നല്ലവൻ്റെ കൈ കുഴഞ്ഞു എന്നല്ല എഴുതിയിരിക്കുന്നത്. അമ്പും വില്ലും തെറ്റിച്ചു വിട്ട് കൈ മടുത്തു എന്ന്, കൈ കുഴഞ്ഞു അതുകൊണ്ട് ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു എന്നല്ല. അപ്പുറത്തെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചവൻ കുഴഞ്ഞു എന്ന്. നിങ്ങൾ ചിന്തിക്കരുത്, നമ്മളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്കൊക്കെ എന്ത് സുഖമാണ്, ശാപ്പാട് കഴിക്കുക, എന്നിട്ട് ചുമ്മാ ഇങ്ങനെ പ്രാർത്ഥനയാന്നിരുന്നാൽ പോരെ. ചുമ്മാതുള്ള പ്രാർത്ഥനയ്ക്കൊക്കെ വലിയ പണിയൊന്നുമില്ല, അതൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. പക്ഷെ ഒരു നിയോഗത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ മടുക്കും, ക്ഷീണമാണ്, എളുപ്പമല്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയൊക്കെ പിന്നെ തൂമ്പയ്ക്ക് പണിയെടുക്കുന്നല്ലേ പാട്. ഇത് നല്ല ശാപ്പാടൊക്കെ കഴിച്ചിട്ട് അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ. ബുദ്ധിമുട്ടാണ്, മടുത്തു പോകും, ക്ഷീണിച്ചു പോകും, വേദന വരും, മടുക്കും, മനസ്സും മടുക്കും, ശരീരവും മടുക്കും. പക്ഷെ നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ കുഴഞ്ഞു പോകാതിരിക്കാൻ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ ചിലപ്പോൾ എല്ലാം തികഞ്ഞ ആളൊന്നും ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾ മോശ, എല്ലാം തികഞ്ഞ ആളല്ല, പറഞ്ഞാൽ പോലും തിരിയാത്ത ആളാണ്, പറഞ്ഞാൽ വാക്ക് പോലും തിരിയാത്ത ആളാണ്. ഇപ്പോൾ പിന്നെ വാക്ക് വിക്കനായ മോശയാ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നേ, അതാ വിജയം. അപ്പോൾ
അടുത്ത് നിൽക്കുന്നവർ പറഞ്ഞ് നിനക്കും അടുത്ത് അതേ അപ്പുറത്ത് പോയിരുന്നോ, ഞാൻ പകരം അങ്ങ് പ്രാർത്ഥിച്ചോളാം. നമ്മളാണെങ്കിൽ പറയില്ലേ, നിങ്ങളൊരു അരമണിക്കൂർ പ്രാർത്ഥിക്കും, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയേച്ച് ഇച്ചിരി ഫ്രഷായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തലയൊന്ന് ചായച്ചേച്ച് വരാം. അപ്പോൾ അഹ്റോനും ഇപ്പുറത്ത് നിൽക്കുന്ന ഹൂറും പറഞ്ഞ് മടുത്തെങ്കിൽ ഇതേ അങ്ങോട്ട് മാറിയിരുന്നു, ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. അവർ പറഞ്ഞു, അവരെന്താ ചെയ്തതെന്ന് കേട്ടോ, നിയോഗമുള്ളവൻ്റെ പ്രാർത്ഥന തടസ്സപ്പെട്ട് പോകാതിരിക്കാൻ അപ്പുറത്ത് പോയി ഒരു കല്ലുരുട്ടിക്കൊണ്ട് വന്നു. കല്ല്, എന്നിട്ട് ഈ മടുത്ത ആളെ ആ കല്ലെ കയറ്റി ഇരുത്തി, ശോഭയിലൊക്കെ ഇരുത്തുന്ന കസേര സെറ്റിയിൽ ഇരുത്തിയിരിക്കുക. ആരെ? നിയോഗം കിട്ടിയവനോട് മാറിപ്പോകാൻ പറഞ്ഞില്ല. നിയോഗം കിട്ടിയവനെ നീ അവിടെ മാറി, ഞാൻ പകരം പ്രാർത്ഥിക്കാൻ നല്ല പറഞ്ഞത്. നിയോഗം കിട്ടിയവനെ കല്ലേൽ ഇരുത്തിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അഹ്റോൻ ഇപ്പുറത്ത്, ഹൂർ ഇപ്പുറത്ത് നിന്ന് ഈ മനുഷ്യൻ്റെ കൈ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുക. ആമേൻ. പിന്നെ ഞങ്ങൾക്കും കൈയൊക്കെ ഉണ്ട്, ഞങ്ങൾക്കും ഒച്ചയൊക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ നിന്നേക്കാൾ വലിയ പ്രസംഗമൊക്കെ ഉള്ളതാണ്, നിന്നേക്കാളൊക്കെ നന്നായിട്ട് പാടാനൊക്കെ നമുക്കറിയാം, നീ വലിയ ആളാകാനും നോക്കൊന്നും വേണ്ട, നിൻ്റെ പ്രാർത്ഥനയൊന്നുമല്ല. നമ്മളാണെങ്കിൽ പറയില്ലേ, പിന്നെ അയാൾ മാത്രമേ ഇവിടുത്തെ പ്രാർത്ഥനക്കാരനുള്ളൂ, പിന്നെ അയാൾ മാത്രമേ ഇവിടെ പാടുകയുള്ളൂ, പിന്നെ അയാളെക്കാൾ പ്രസംഗിക്കുന്ന ആളെ എനിക്കറിയാലോ. അതവിടെ നിൽക്കട്ടെ, എന്നേക്കാൾ പ്രസംഗിക്കുന്നവരുണ്ട്, എന്നേക്കാൾ പാടുന്നവരുണ്ട്, എന്നേക്കാൾ വലിയ ശുശ്രൂഷിക്കുന്നവരുണ്ട്. പക്ഷേ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് ആ നിയോഗം കിട്ടിയെങ്കിലോ എൻ്റെ പ്രാർത്ഥനയിൽ നീ അനുഗ്രഹമാകുന്നു. ആമേൻ. അവർക്ക് മനസ്സിലായി. അഹ്റോൻ പറഞ്ഞില്ല ഞാൻ അവിടെ ഇരിക്കുക, നീ അപ്പുറത്ത് മാറിയിരിക്കുക. ഹൂറ് പറഞ്ഞില്ല നീ അങ്ങോട്ട് മാറിയിരിക്കുക, അരമണിക്കൂർ നീ, പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ, പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ നമ്മൾ ഷിഫ്റ്റ് വെച്ച് പ്രാർത്ഥിക്കണോ? പുള്ളിനെ നടുക്ക് കല്ലേൽ ഇരുത്തിയിട്ട് 2 പേരും അപ്പുറത്ത് നിൽക്കുക, കൈയും പൊക്കി പിടിച്ച്. എത്ര നേരം നിന്നു അറിയാമോ? സൂര്യാസ്തമയം വരെ. സൂര്യൻ അങ്ങ് അസ്തമിക്കുന്ന വരെ ഇങ്ങനെ നിൽക്കുക. നമുക്ക് തോന്നും, നോക്കൂ, ഗൗരവത്തോടെ പ്രാർത്ഥിച്ചത് ദൈവവും ഗൗരവത്തോടെ സ്വീകരിച്ചു. ആമേൻ. നിങ്ങൾ ചിന്തിക്കരുത്, ഞാൻ ഈ മധ്യ സമയത്ത് 10-12 മണിയാകുമ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ചൂടുണ്ട്, ആവിയുണ്ട്, പരവേശമുണ്ട്. നിങ്ങൾ ഗൗരവത്തോടെ പ്രാർത്ഥിക്കുന്നത് സ്വർഗം നിരീക്ഷിച്ചുകൊണ്ടായിരിക്കും. മറു സൈഡിൽ ഒരു നാണയത്തിന്റെ അപ്പുറവശത്തെന്ന പോലെ ദൈവത്തിന്റെ സഹായം നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചേ. ഇത് വായിച്ചത് ചിലപ്പോൾ തോന്നും, ഇതൊക്കെ ബൈബിളിലുണ്ടോ? ഇതൊന്നും കല്ലുരുട്ടി വെച്ചൊന്നും ഞാൻ കേട്ടിട്ട്, ഞാനൊക്കെ ബൈബിൾ വായിച്ച് പരീക്ഷ എഴുതി പാസ്സായ ആളാണ്, എൻ്റെ വീട്ടിൽ 2 സർട്ടിഫിക്കറ്റൊക്കെ ഇരിപ്പുണ്ട്. അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഈ ബൈബിളിനകത്തുണ്ടോ എന്ന് കേട്ടെ. ഞാനിതൊരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അച്ഛൻ വെറുതെ പറഞ്ഞതല്ലേ, കല്ലുരുട്ടി വെച്ച് അതിൽ ഇരുത്തിയെന്നൊന്നും ഞാൻ വായിച്ചിട്ടില്ലല്ലോ. വേഗത്തിൽ വായിച്ചു പോകുമ്പോൾ ചില പദപ്രയോഗം ശ്രദ്ധിക്കില്ല. ഞാൻ വായിച്ച് കേൾപ്പിക്കുക, ഉണ്ടോ ഇല്ലേ നോക്കാം. മോശയുടെ കൈകൾ കുഴഞ്ഞു. മോശ പ്രാർത്ഥിച്ചവൻ കുഴഞ്ഞു. പ്രാർത്ഥിക്കുന്നവനാണേലും ചിലപ്പോൾ കുഴഞ്ഞു പോകും. കല്ലുവാരി എറിയല്ല്. പ്രാർത്ഥിക്കുന്നവന് കുഴഞ്ഞാൽ അന്നേരം നമ്മൾ പറയുന്ന അഭിപ്രായമുണ്ട്, ഇയാളൊക്കെ വലിയ പ്രാർത്ഥനക്കാരൻ, എന്നിട്ടാണ് ഇയാളിങ്ങനെ ഇരിക്കുന്നത്. കണ്ടോ, പ്രാർത്ഥിക്കുന്നവൻ കുഴഞ്ഞു പോയി. പിന്നെയാണ് നമ്മുടെ കാര്യം. പ്രാർത്ഥിക്കുന്നത് എളുപ്പമുള്ള പണിയല്ല, അത് ബുദ്ധിമുട്ടാണ്. അവന് പ്രതിസന്ധികൾ, പ്രലോഭനങ്ങൾ, പ്രയാസങ്ങൾ, ഒറ്റപ്പെടൽ, സകലതും അവനെ കുഴച്ചു കളയും. കൈ മാത്രമല്ല, ശരീരം മൊത്തത്തിൽ കുഴഞ്ഞു പോകും. ഉറക്കം നഷ്ടപ്പെടും, ഒറ്റപ്പെട്ട പോലെ തോന്നും, പേടിച്ചു പോകും, തളർന്നു പോകും. ചുമ്മാ ഉള്ള വായി വരുന്നെല്ലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചല്ല, നിയോഗത്തിൽ സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. എനിക്ക് ഭയങ്കര അത്ഭുതപ്പെട്ടൊരു സംഭവമുണ്ട്, പറഞ്ഞോട്ടെ. പ്രാർത്ഥിക്കുന്നവൻ കുഴഞ്ഞപ്പം അഹ്റോനും ഹൂറും ഒരു പൊളിറ്റിക്സ് ഉണ്ടാക്കിയില്ല അവിടെ. ഇങ്ങ് വന്നേ, ഈ പുള്ളി വലിയ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞിരുന്നിട്ട് പുള്ളി ഇപ്പോൾ വയ്യാണ്ടായല്ലോ എന്ന് പറഞ്ഞ് 2 പേരും കൂടെ ഗൂഢാലോചന നടത്തി പുള്ളിയുടെ തലയിലോട്ട് കല്ലിട്ടെന്നല്ല, പുള്ളിക്ക് ഇരിക്കാൻ ഒരു കല്ലിട്ട് കൊടുത്തു. പുള്ളിക്ക് ഇരിക്കാൻ. പ്രാർത്ഥിക്കുന്നവനെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തണം. അവനെ സപ്പോർട്ട് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യണം. നിന്റെ കൈകൾ കുഴഞ്ഞു പോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. നീ തളർന്നു പോയാൽ രാജ്യത്തിന് അത് ബാധിക്കും. പ്രാർത്ഥിക്കുന്നവൻ ഇല്ലാതെ പോയാൽ ജയിക്കേണ്ട സ്ഥാനത്ത് പലരും തോൽക്കാൻ തുടങ്ങും. വായിച്ചേ, മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. ആ മലയുടെ അവിടെ കിടന്ന ഒരു കല്ല് കൊണ്ട് ഉന്തി തള്ളി അവിടെ കൊണ്ടുവന്നു, ഒരു കല്ല് കൊണ്ടുപോയിട്ടു. എന്നിട്ടോ മോശ അതിന്മേൽ ഇരുന്നു. മോശ ഇപ്പോൾ ഇത്രയും നേരം ഇദ്ദേഹം നിൽക്കുവായിരുന്നു, ഇപ്പോൾ ആ കല്ലേൽ ഇരുന്നു. കല്ലേലിരിക്കുക, സെറ്റിയേലോ സോഫയിലോ AC റൂമിലോ അല്ല, കല്ലേലിരിക്കുക. കല്ലേലിരുന്നായാലും പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് അസാമാന്യ പവറാണ്.
ഇരിക്കുന്ന സ്ഥലമോ നിൽക്കുന്ന സ്ഥലമോ ഒന്നുമല്ല പ്രധാനപ്പെട്ടത്. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങും. കല്ലേലിരുന്നു. അപ്പോൾ അഹ്റോനും ഹൂറും എന്നാ ചെയ്തു? അഹ്റോനും ഹൂറും കാപ്പ് കുടിക്കാൻ പോയില്ല, ഫുഡ് കഴിക്കാൻ പോയില്ല, റെസ്റ്റ് എടുക്കാൻ പോയില്ല. നിങ്ങൾ അവിടെ ഇരിക്കും, ഞാൻ ഒരു 10 മിനിറ്റ് ഇപ്പൊ വരാം എന്ന് പറഞ്ഞു പോയില്ല. അവര് രണ്ടുപേരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എവിടെ നിന്നു? അവന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും ഇവരൊന്നും ഒരു തിയോളജിയും പഠിക്കാൻ പോയിട്ടുള്ളവരല്ല. ഇവർക്കൊന്നും വലിയ വിദ്യാഭ്യാസം പോലും കാണത്തില്ല. പക്ഷെ അവർക്കൊരു കാര്യം അറിയായിരുന്നു, ഒരാൾക്കൊരു ക്ഷീണം വരുമ്പോൾ എവിടെയാ നിൽക്കേണ്ടതെന്ന്. നിങ്ങൾക്കൊരു ക്ഷീണം വരുമ്പോൾ, നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ കൂടെ നിൽക്കേണ്ടവർ പോലും നമുക്കിടെ എറിയാൻ തുടങ്ങും. കല്ലുപിറക്കി വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ തകർക്കാൻ പറ്റുന്നിടത്തോളം വലിച്ചു കീറിക്കളയും. പക്ഷെ ഓർത്തുകൊള്ളുക, നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരാളുടെ പ്രാർത്ഥന അവൻ കുഴഞ്ഞു പോയാലും ചാടിക്കേറി ഇടത്തും വലത്തും നിന്ന് അവനെ സപ്പോർട്ട് ചെയ്തോണം. ആമേൻ. അതൊരു ശുശ്രൂഷയായിരിക്കാം, അതൊരു ധ്യാനിപ്പിക്കുന്ന ഒരാളായിരിക്കാം, ഒരു ബ്രദറായിരിക്കാം, ആരുമാകട്ടെ. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ കുഴഞ്ഞു പോയാൽ അതെനിക്ക് ക്ഷീണമാണ്. അവന്റെ ഇടതും വലതും കയറി നിന്നു. എന്നിട്ടോ 2 കൈകളും, മോശയുടെ 2 കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. ഈ കൈക്ക് എന്നാന്ന് ഇത്ര പ്രത്യേകത? അവർക്കും കൈയുണ്ടല്ലോ. ഈ അഹ്റോൻ പ്രാർത്ഥിച്ചാൽ പോരെ അന്നേരം? ഹൂറ് പറയത്തില്ല, ഇയാൾ ഇച്ചിരി അവിടെ ഇരിക്കട്ടെ, ഞാൻ ഇല്ല. നിയോഗം കിട്ടിയവൻ്റെ കരം ഉയർന്നിരിക്കണം. അഹ്റോനും ഹൂറും ആരാ വലുത്? ഞാനാണോ വലുത്? മോശയാണോ വലുത്? ഹൂറാണോ വലുത്? അല്ല, ഞാനാ വലുത്? ഈ രാഷ്ട്രീയം അവരുടെ പ്രാർത്ഥനയ്ക്കകത്തില്ലായിരുന്നു. ഈ പ്രാർത്ഥന വായിക്കുമ്പോൾ അറിയാം, ഏക മനസ്സോടെയുള്ള പ്രാർത്ഥന. നീയാ വലുത്, നിന്റെ പ്രാർത്ഥനയൊന്നുമല്ല. ഞാനും പ്രാർത്ഥിച്ച ദൈവമൊക്കെ കേൾക്കും. ഞാനും ഒരുപാട് പ്രസംഗിക്കാനൊക്കെ പോയിട്ട് വലിയ കൺവെൻഷനൊക്കെ ഞാനും നടത്തിയിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ, ഞാനും പ്രാർത്ഥിച്ചോളാം. ഈ മത്സരം അതിനകത്ത് വന്നില്ല. ഹൂറും അഹ്റോനും എല്ലാവരും ഒറ്റ മനസ്സോടെ നിന്നു. നമ്മളിവിടെ എന്നറിയോ, നമ്മളിനി യുദ്ധം ചെയ്യുന്നവരെ അല്ല ഈ കാലഘട്ടത്തെ ആവശ്യം, ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നവരെ. യുദ്ധം ചെയ്യുന്നവർ ഇഷ്ടം പോലുണ്ട്, ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നവർ കുറവാണ്. എല്ലായിടത്തും പൊളിറ്റിക്സ് ആണ്, എല്ലായിടത്തും രാഷ്ട്രീയം. ആരാ വലുത്? ഈ പുള്ളിയാണോ വലുത്? ഈ പുള്ളി പോയാൽ അടുത്തയാൾ വരും. നിയോഗം കിട്ടിയവന്റെ പ്രാർത്ഥനയിലാണ് കുഞ്ഞെ നിന്റെ വിജയം ദൈവം വച്ചിരിക്കുന്നത്. ബൈബിൾ വായിച്ചു മനസ്സിലാക്ക്. സാവൂൾ എന്ന് പറയുന്ന വ്യക്തി മുറിക്കാത്ത അവിടെ ഒരാളുടെ വീട്ടിലിരിക്കുമ്പോൾ, കണ്ണ് കാണാതിരിക്കുമ്പോൾ ആരെങ്കിലും ഒരുത്തിനെ പോയി പ്രാർത്ഥിക്കണം, അവന്റെ തലയിൽ പോയി കൈവെക്കാൻ അല്ല പറഞ്ഞത്. ആനനിയാസിനോട് പറഞ്ഞു, നീ പോയി കൈവച്ച് പ്രാർത്ഥിക്കണം. അല്ല വേറൊരാളെ വിട്ട് പോരാ, നീ പോണം. അല്ല, ഞാൻ വേറൊരാളോട്, എനിക്ക് അവൻ്റെ തലയിൽ കൈവെക്കാൻ പേടിയാ. നോ, നീ പോയി പ്രാർത്ഥിക്കണം. നിയോഗം കിട്ടിയത് ആനനിയാസിനാണ്. ആനനിയാസ് പോയി കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴാ ചെതുമ്പൽ പോലെ എന്തോ അവൻ്റെ കണ്ണിൽ നിന്ന് പോവുകയും അവൻ്റെ ലൈഫ് തന്നെ മാറിയത് ആ ഒരൊറ്റ കൈവെപ്പിലൂടെയാണ്. ഒരു മെസ്സേജും അനനിയാസ് പറഞ്ഞില്ല, കൈവച്ചേച്ച് നീ അനുഗ്രഹിക്കപ്പെടുമെന്നൊന്നും പറഞ്ഞില്ല. ജസ്റ്റ് ആ ടച്ച്, ദൈവ നിയോഗം കിട്ടിയവന്റെ സ്പർശനം നിനക്ക് മതി നിന്റെ ലൈഫിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ആരംഭിക്കാൻ. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയോഗം കിട്ടിയ, ഞാനിവിടെ നിൽക്കാൻ കാരണം നിയോഗം കിട്ടിയവരുടെ പ്രാർത്ഥന എൻ്റെ മേൽ വന്നതുകൊണ്ടാ ഞാനിന്നൊരു ശുശ്രൂഷകനായി ഇവിടെ നിൽക്കുന്നത്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ നിൽക്കേണ്ട ഒരാളല്ല, ഇങ്ങനെ നിൽക്കേണ്ട ജീവിക്കേണ്ട ഒരാളല്ല, വേറെ ഏതെങ്കിലും തരത്തിൽ ചിന്തിച്ച് ജീവിക്കേണ്ട ഒരാളാണ്. ഞാനൊരു ശുശ്രൂഷകനായി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിയോഗം കിട്ടിയവൻ്റെ പ്രാർത്ഥന എൻ്റെ തലയ്ക്ക് മേൽ വന്നതുകൊണ്ടാണ് എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷകനായി നിൽക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുകയാണ്. സൂര്യാസ്തമയം വരെ അവന്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു. ഉയർത്തിപ്പിടിച്ചോണ്ട്, നിയോഗം കിട്ടിയവന്റെ കൈ ഉയർത്തിപ്പിടിച്ചോണ്ടിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ജോഷുവ അമലേക്കിനെയും അവന്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീണു. അതിന്റെ അർത്ഥം നിയോഗം കിട്ടിയവന്റെ പ്രാർത്ഥന കിട്ടുന്ന സമയത്തെല്ലാം ദൈവത്തിന്റെ സഹായം അവന് കിട്ടിക്കൊണ്ടേയിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ ബക്കറ്റിനകത്ത്, ഈ പാത്രത്തിൽ കുറെ നിയോഗമുണ്ട്. അതിന്മേൽ നിങ്ങൾക്ക് പ്രാർത്ഥന കൊണ്ടിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ സഹായം ലഭിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ ഇടപെടൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ദൈവത്തിന്റെ വിടുതൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി അടുത്ത വാക്യം വായിക്കണം. അടുത്ത വാക്യം വായിക്കുന്നത് 16-ാമത്തെ വാക്യം. ഇനി എന്ത് സംഭവിച്ചു ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി? എന്തെന്നാൽ അവൻ പറഞ്ഞു, കർത്താവിന്റെ പതാക കയ്യിലെടുക്കുവിൻ. അതായത് ആ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിച്ചു. യുദ്ധം ചെയ്ത് വിജയിച്ചു എന്നാണോ? നിയോഗത്തിൽ പ്രാർത്ഥിച്ചു ജയിച്ചു എന്നാണ് സത്യത്തിൽ ഈ വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. യുദ്ധം ചെയ്ത് വെട്ടി വീഴ്ത്തി ജയിച്ചു എന്നല്ല, കുന്തം കൊണ്ട് കുത്തി വിജയിച്ചു എന്നല്ല, അമ്പ് കൊണ്ട് എയ്തു ജയിച്ചു എന്നല്ല. 3 പേര് പ്രാർത്ഥനയിൽ കിട്ടിയ വിജയത്തെക്കുറിച്ച്, പ്രാർത്ഥനയിൽ കിട്ടുന്ന
കിട്ടുന്ന ഒരു സക്സസ് ഉണ്ട്. ആമേൻ. ദൈവത്തിൽ ആശ്രയിച്ച് കിട്ടുന്ന ഒരു വിജയമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൽ ഇന്ന് ഈ ആലയത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൽ ആശ്രയിച്ച് കിട്ടിയ വിജയത്തിന്റെ മേലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് കിട്ടിയ നിയോഗത്തിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് നമ്മൾ ഇന്ന് കേട്ടു. ഇന്ന് ഇങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്. ഇതാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആദ്യ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആർക്ക് വേണ്ടിയും എനിക്ക് കൈവച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിലൊന്നും എനിക്ക് തന്നെ വലിയ വിശ്വാസമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ പ്രാർത്ഥിച്ച ആൾക്കാർ ആരാധിച്ചു പോട്ടെ, നമ്മൾ പോയി ഇപ്പോൾ കൈവച്ചിട്ട് എന്ത് കിട്ടാനാ? നമ്മൾ പോയി ഇപ്പോൾ പ്രാർത്ഥിച്ച് നമ്മൾ സാധാരണക്കാരാ, ഞാൻ ഒരു സാധാരണ വീട്ടിൽ ജനിച്ച ഞാനിപ്പോൾ പോയി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നാ കിട്ടാനാ? ഇങ്ങനെ കൈകെട്ടി പ്രാർത്ഥിച്ചാലും പോരെ. പക്ഷെ എന്നെ അനുഭവം പഠിപ്പിച്ചു, ജീവിതം പഠിപ്പിച്ചു, പല ശുശ്രൂഷകളിൽ നിന്ന് ഞാൻ പഠിച്ചു, ദൈവവചനത്തിൽ നിന്ന് പഠിച്ചു. പോരാ, പറ്റത്തില്ല. ദൈവനിയോഗമുള്ള ഒരാളാണ് നീ. ഇപ്പോൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ നിയോഗത്തിലാണ്. നീ ആ വ്യക്തിയുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം 1 മിനിറ്റെങ്കിലും. അപ്പോൾ നീ പറയണം, ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടണമെന്ന് പറയണം. നീ അറിയാതെ ദൈവം ആ വ്യക്തിയെ സഹായിക്കാൻ തുടങ്ങും. നിന്റെ കൈവപ്പിന് ഒരു പ്രത്യേകത ഉണ്ടായിട്ടല്ല, അതൊരു ദൈവ നിയോഗമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമുക്കൊരു ദൈവികമായ ഒരു കാര്യം കിട്ടിയത് ഇങ്ങനെയാണ്. ഇവിടെ നിയോഗം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ താഴത്തെ നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ പേര് കൊടുക്കും. ജസ്റ്റ് പേര്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ തോന്നുന്നു. എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അല്ല, ആ ഡയറിയിൽ പേര് തോമസ്, എൻ്റെ കടബാധ്യത മാറാൻ പ്രാർത്ഥിക്കുക. ഈ അൾത്താരയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ പേര് മൈക്കിലൂടെ പറഞ്ഞു പ്രാർത്ഥിക്കും. നിയോഗം, വ്യക്തിയുടെ പേരും നിയോഗവും പറഞ്ഞ് പ്രാർത്ഥിക്കും. അതൊരു പടി കൂടെ അത്ഭുതങ്ങളിലേക്ക് നയിക്കും. പറയണോ? പറയണ്ട, മനസ്സിൽ വെച്ചാൽ മതി. പറയുന്നതിലൊക്കെ വല്ല കാര്യമുണ്ടോ? ദൈവം എല്ലാം കേൾക്കൂലേ? ഞാനൊരു ഉദാഹരണം പറയണോ വേണ്ടയോ എന്ന് പറയാം. നിനക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോവുക എന്ന് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞാൽ എനിക്കത് പിന്നെയാ ഈ വാക്കിൻ്റെ ആഴം പിടികിട്ടിയത്. ആ വാക്ക്, ആ സെൻറ്റൻസിനകത്ത് പറഞ്ഞാൽ എന്നൊരു വാക്കാണ്. നമ്മൾ പറയത്തൊന്നുമില്ല, നമ്മൾ മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. നമ്മൾ സ്തുതിക്കും, അത് പറയാനൊന്നും പോകില്ല. പറയണം, എൻ്റെ കുടുംബത്തിന് അനുഗ്രഹം വേണമെന്ന് പറയണം, എനിക്ക് സൗഖ്യം വേണമെന്ന് പറയണം, ഈ പ്രതിസന്ധി മാറണമെന്ന് ഞാൻ പറയണം. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പറയണം, ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടണം, ഇന്നതാ നിയോഗം എന്ന് ഞാൻ ദൈവത്തോട് പറയണം. ബൈബിൾ പറയുന്നു പറയണം. നിങ്ങളുടെ ആ വാക്യം എല്ലാവരും ചേർന്ന് പറഞ്ഞ്, നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ട്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. പക്ഷേ ഈ മലയോട് ഇവിടെ നിന്ന് ഈ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് മാറി അപ്പുറത്തുള്ള അത്രയും കിലോമീറ്റർ അപ്പുറത്തുള്ള കടലിൽ പോവുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ വെച്ചാൽ പോരാ, ചിന്തിച്ചാ പോരാ. നടക്കുമായിരിക്കും, ശരിയാകുമായിരിക്കും, ചിന്തിച്ചാ പോരാ, ആലോചിച്ചാ പോരാ, വാ തുറന്ന് പറയണം. പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് അതേപടി സംഭവിക്കും. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളോട് എന്താ പ്രാർത്ഥിക്കും? ദീപികാരൻ എഴുന്നള്ളിച്ചു വെച്ച് പറയുവാണ്, കർത്താവ് ഇന്ന വ്യക്തി ഇന്ന കാര്യത്തിനുണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനത് ദൈവത്തോട് മൈക്കിലൂടെ പറയുകയാണ്. ഈ ആരാധനയിൽ പറഞ്ഞു പ്രാർത്ഥിക്കും. അങ്ങനെ 500ഓളം നിയോഗം ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അത്ഭുതമാണ്, അനുഗ്രഹമാണ്. എനിക്ക് വേണ്ടി അത്രയും പരിശുദ്ധമായ സ്ഥലത്ത് എൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അത്ഭുതമല്ലേ? എനിക്ക് എൻ്റെ പേര് ഇവിടെ അൾത്താരയിൽ, അതിന് ഒരു പൈസ മുടക്കും ഇല്ല കേട്ടോ. അതിന് സ്തോത്രക്കാഴ്ച ഇടുന്നതിൻ്റെ അളവനുസരിച്ചല്ല കേട്ടോ പ്രാർത്ഥിക്കുന്നത്, ചെക്ക് കൊടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചല്ല കേട്ടോ പ്രാർത്ഥിക്കുന്നത്. ദശാംശം എത്ര കൊടുത്തു അയാളുടെ പേരല്ല ഇവിടെ വിളിച്ചു പറയുന്നത്. ഇവിടെ ഓഫീസിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത ആളുടെ പേരല്ല ഇത്. പൈസ കൊടുത്ത ആളോ പൈസ കൊടുക്കാത്ത ആളോ അങ്ങനെ ഒരു മുഖനോട്ടമൊന്നുമില്ല. 1 രൂപ നിങ്ങൾ തന്നില്ലെങ്കിലും നിങ്ങളുടെ മനസ്സുകൊണ്ടുള്ള ഒരു ചെറിയൊരു അനുഗ്രഹത്തോടെയുള്ള ഒരു സ്നേഹത്തോടെയുള്ള ഒരു പ്രാർത്ഥന മതി 1 കോടി രൂപയേക്കാൾ അതിന് വിലയുണ്ട്.
ഞാനത് വിശ്വസിക്കുന്ന ആളാ. നിങ്ങൾ ഇവിടെ ഇരുന്ന് പറയുക ഈ അനുഗ്രഹ ധ്യാനകേന്ദ്രം അനുഗ്രഹമാക്കണമെന്ന് പറഞ്ഞാൽ മതി. അത് 1 കോടി രൂപയുടെ ചെക്ക് എഴുതിരും തുല്യമാണത്. അത്രയും വിലയുണ്ട് ഒരാളുടെ മനസ്സ് അനുഗ്രഹിച്ചുള്ളൊരു പ്രാർത്ഥന. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ശുശ്രൂഷകളിലെ ചെറിയ മാറ്റങ്ങളുണ്ട്. നമ്മൾ 1 മണിക്ക് ഇന്ന് തൊട്ട് ആരാധന തുടങ്ങണം. എന്നാലേ എല്ലാവരുടെയും പേര് പറഞ്ഞ് ആരാധനയിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ശുശ്രൂഷകളെല്ലാം അല്പം ക്രമീകരിച്ചത്. 2 മണി കൂടുതൽ പോകത്തില്ല. കൃത്യം 2 മണിക്ക് ശുശ്രൂഷ അവസാനിക്കും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നമുക്കറിയാം 1:30 സാക്ഷ്യങ്ങളൊക്കെ തുടങ്ങി നമ്മൾ ആരാധന നടക്കുമ്പോഴത്തേക്ക് സമയമില്ല, 20 മിനിറ്റേ കിട്ടത്തുള്ളൂ. അപ്പോൾ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ സാക്ഷ്യത്തിൻ്റെ സമയം അല്പം നേരത്തെയാക്കും. എന്നിട്ട് കൃത്യം 1 മണിക്ക് നമ്മൾ ആരാധന തുടങ്ങി പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വച്ച് അവരുടെ പേരുകൾ പറഞ്ഞു പ്രാർത്ഥിക്കും. ആ വിഷയം പരിഹരിക്കപ്പെടാൻ പറഞ്ഞു പ്രാർത്ഥിക്കും. ആ ജോലി കിട്ടാൻ പ്രാർത്ഥിക്കും. ആ കുടുംബം അനുഗ്രഹത്തിൽ എത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നിയോഗം കിട്ടിയവൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വരും. അനുഗ്രഹമായിട്ട് വരും. ഹല്ലേലൂയ. ഞാൻ മുമ്പേ പറഞ്ഞത് വെറുതെയല്ല. ഞാൻ ബൈബിളുമായി ഒരു സ്ഥലത്തേക്ക് പള്ളിയിലോട്ട് കയറാൻ ഒരാൾ എന്നെ കളിയാക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇങ്ങനെ കുനിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വണങ്ങുവാണ് തലയൊക്കെ. എനിക്ക് പെട്ടെന്ന് തോന്നി ഈ പുള്ളി എന്നെ കളിയാക്കുവാണോ അതോ എന്തെങ്കിലും കുറവുള്ള മനുഷ്യനാണോ എന്തോ ഇങ്ങനെ. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എൻ്റെ മുമ്പിൽ കുനിഞ്ഞത്? നിങ്ങളിലൂടെയാണ് ഞാൻ ദൈവത്തെ കണ്ടത്, നിങ്ങളിലൂടെയാണ് ഞാൻ ദൈവത്തെ കേട്ടത്, നിങ്ങളിലൂടെ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കാൻ കാരണം. അല്ല, ഞാൻ മണ്ണിൻ്റെ അടിയിലായി പോയരെ, ഞാൻ മരിച്ചു പോയനെ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച ആളാണ് ഞാൻ. ദൈവനിയോഗം കിട്ടിയവൻ്റെ ഒരു പ്രാർത്ഥന എൻ്റെ കുടുംബത്തിൽ കിട്ടിയാൽ അത് മതി എൻ്റെ വിടുതലിന്. വിശ്വസിക്കുന്നോ? ഞാനൊരു കുഞ്ഞു കാര്യം കൊണ്ട് വേഗം പറഞ്ഞിട്ട് ഈ ശുശ്രൂഷകൾ അവസാനിപ്പിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 17-ാം അധ്യായം 8 മുതലുള്ള വാക്യം നോക്കിക്കേ. ദൈവനിയോഗം കിട്ടിയവനെ ഒരു വീട്ടിലേക്ക് ദൈവം അയച്ചു. ആ വീട് അനുഗ്രഹിക്കപ്പെട്ടു. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 8 മുതൽ. ഇപ്പോൾ പാട്ടുകാരൻ ബിജു പാടിയതുപോലെ ഏലിയ നമ്മെപ്പോലെ ഭർത്തിനെന്ന് പാടിയില്ലേ? ഏലിയ ആരായിരുന്നു അറിയാമോ? കുറേ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളല്ല, അനേകരിൽ ദൈവനിയോഗം കിട്ടിയ ഒരു പ്രവാചകനാണ്. അനേകം ആളുകളുണ്ട്, പക്ഷെ ദൈവനിയോഗം കിട്ടിയവൻ. ആ വ്യക്തിയോട് പറഞ്ഞു കേട്ടെ, കർത്താവ് ഏലിയായോട് അരുൾ ചെയ്തു. ഒരു ആളോട് പറഞ്ഞേ, ആരെങ്കിലും ഒരാൾ പോകാനല്ല, ഏലിയായോട് അരുൾ ചെയ്തു. ഏലിയായോട്. അപ്പോൾ എന്നോട് ദൈവം പറയും, എന്നോട് മാത്യുവിനോട് അരുളി ചെയ്യും. അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്ക്, അവൻ്റെ വീടിന് വേണ്ടി പ്രാർത്ഥിക്ക്, ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്. ഏലിയായോട് പറഞ്ഞു, നീ സീദോനിലെ സറേഫാത്തിൽ പോയി വസിക്കുക. ഏലിയായ്ക്ക് മനസ്സിലായില്ല, ഞാൻ എന്തിനാണ് അവിടെ പോയി താമസിക്കുന്നത്? എനിക്കിവിടെ വീടൊക്കെ ഉണ്ട്, ഞാനിവിടെ ഒന്നുമില്ല, പോരാ, അവിടെ പോയി താമസിക്കുക. അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു പാവം പിടിച്ചൊരു സ്ത്രീയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഫുഡ് തരാൻ. അത് ശരി. അങ്ങനെ ഏലിയ ചെന്ന് അവിടെ താമസിക്കുമ്പോൾ ഒരാൾ വിറക് പെറുക്കുന്നത് കണ്ടു. അപ്പോൾ ആ സ്ത്രീയോട് പറഞ്ഞു, എനിക്ക് ഇച്ചിരി ഫുഡ് വേണം, നല്ല വിശപ്പുണ്ട്. ആയിക്കോട്ടെ, ഫുഡ് എടുക്കാൻ ഞങ്ങൾ ഇപ്പം കൊണ്ടുതരാമെന്ന് പറഞ്ഞു പോയപ്പോൾ പറഞ്ഞു, അല്ല, 1 മിനിറ്റ് നിൽക്കണേ, 1 മിനിറ്റ്. വരുമ്പോൾ എനിക്ക് ആദ്യം ചോദിച്ചു, വെള്ളമാണ് ചോദിച്ചത്. വെള്ളമെടുക്കാൻ പോയപ്പോൾ പറഞ്ഞു, പറ്റുവാണെങ്കിൽ 2 അപ്പം കൂടെ കൊണ്ടുപോകാൻ, നല്ല വിശപ്പുണ്ട്, വയറ് കാര്യമാണ്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ പൊന്നു സുഹൃത്തെ, സഹോദരാ, ഞങ്ങൾ ആത്മഹത്യയുടെ മുമ്പിലാണ്, ഞങ്ങൾ മരിക്കാനിരിക്കുവാണ്, ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയിരിക്കുവാണ്. എൻ്റെ വീട്ടിൽ ദാരിദ്ര്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് എണ്ണയും കുറച്ച് മാവ് ഇരിപ്പുണ്ട്. അത് ഉണ്ടാക്കാൻ വേണ്ടി 2 വിറക് മതി, 3 വിറക് പോലും വേണ്ട, 2 വിറക്. അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ മരിക്കും. അത് ഞങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുക. ഒരു കുടുംബത്തെ ദൈവനിയോഗമുള്ളവൻ രക്ഷിച്ചത് കണ്ടോണം. അപ്പോൾ ഏലിയ പറഞ്ഞു, നീ മരിക്കുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, നീ പോയി എനിക്ക് ഇച്ചിരി അപ്പവും വെള്ളവും കൊണ്ടുപോവാ. അതിനുശേഷം നിയോഗം കിട്ടിയവൻ പറഞ്ഞു, നീ പോയി നിന്റെ വീട്ടിലെ എണ്ണ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് പകർന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ആ കുടുംബത്തിലെ അത്ഭുതങ്ങൾ, ആ കുടുംബത്തിലെ ആ അനുഗ്രഹത്തിന് കാരണമായത്. ആ കുടുംബത്തിലെ മാവ് തീർന്നു പോയില്ല, എണ്ണ വറ്റിയുമില്ല എന്ന് എഴുതിയിട്ടുണ്ട്. കുടുംബത്തിനകത്ത് തകർന്നു പോകേണ്ട സ്ഥാനത്ത് നിയോഗം കിട്ടിയവൻ്റെ ഒറ്റ വെളിപാട് ആ കുടുംബത്തെ മാറ്റിമറിച്ചു. അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 11-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം. ഏലിയ സറേഫാത്തിലേക്ക് മടങ്ങി. ഏലിയ സറേഫാത്തിലേക്ക് പോയി. പട്ടണ കവാടത്തിലെത്തിയപ്പോൾ, പട്ടണത്തിന്റെ വാതക്കലെത്തിയപ്പോൾ, ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോൾ, ഒരു വിധവ, ഒരു സ്ത്രീ വിറക് ശേഖരിക്കുന്നത് കണ്ടു. വിറക് പിറക്കുന്നത് കണ്ടു. വിറക്
അടുത്ത വായിക്ക്. അവൻ അടുത്ത് ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരിക എന്ന് പറഞ്ഞു. സാധാരണയായിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, ഇച്ചിരി കുടിക്കാൻ ഇച്ചിരി വെള്ളം വേണമെന്ന് പറഞ്ഞു. അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ, വെള്ളം എടുക്കാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു, ഏലിയ വിളിച്ചു, ഒന്ന് നിൽക്കണേ എന്ന് പറഞ്ഞു. കുറച്ച് അപ്പവും കൊണ്ടുവരിക. കുറച്ച് അപ്പം കൂടി ആ കൂട്ടത്തിൽ കൊണ്ടുവരും, നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, സിറ്റുവേഷൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണേ, എന്റെ കയ്യിൽ അപ്പമില്ല. എന്റെ കയ്യിൽ അപ്പം പോയിട്ട് ഒന്നുമില്ല, ഒരു പൈസയില്ല, കുടുങ്ങിയിരിക്കുകയാണ്. ആകെയുള്ളത് കുറച്ചാകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. ഇച്ചിരി എണ്ണയും വെള്ളവും മാവും ഒക്കെ ഉള്ളൂ എന്റെ സുഹൃത്തെ എന്ന് പറഞ്ഞു. ഞാൻ 2 ചുള്ളിവിറക് പെറുക്കുകയാണ്. ഞാൻ 2 വിറക് പെറുക്കുവാണ്. ഇത് കൊണ്ടുചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം, പിന്നെ ഞങ്ങൾ മരിക്കും. പിന്നെ മരിക്കും എന്ന് പറയാൻ കാരണം അപ്പം ഉണ്ടാക്കി വെള്ളം കുടിച്ച് വെച്ച് രാത്രി കെട്ടിത്തൂങ്ങി ചാകാനിരിക്കുവാന്ന്. ആത്മഹത്യ ചെയ്യാനിരിക്കുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പാ നിയോഗം കിട്ടിയവൻ മിണ്ടുന്നേ. ജീവിതം ഇവർ മരിച്ചു ആത്മഹത്യ ചെയ്തൊന്നല്ല, നിയോഗം കിട്ടിയ വ്യക്തി അന്ന് അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ ആ വീട്ടിൽ 2 ശവശരീരങ്ങൾ ഉണ്ടായേനെ. ലോകം അറിഞ്ഞേനെ ഒരു അമ്മയും കുഞ്ഞും മരിച്ചു കിടക്കുന്നത്. പക്ഷെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ദൈവ നിയോഗത്തിൽ ഏലിയായെ ആ വീട്ടിലേക്ക് അയച്ചതാണ് ആ വീടിന്റെ വിടുതലിന് കാരണമായത്. ഒരു പക്ഷെ ഇന്ന് നേരം വെളുത്ത് എഴുന്നേറ്റ് ഒരു പ്രാവശ്യം ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, പോയി മരിച്ചാലോ എന്ന് ചിന്തിച്ചവർ വരെ ഇതിനകത്തുണ്ട്. ഇന്ന് രാവിലെ എന്നെ കാണാൻ വന്ന ഒരാൾ പറഞ്ഞു, ഇന്ന് നേരം വെളുത്ത് സമയം നോക്കിയപ്പോൾ 6:50 അങ്ങ് മരിച്ചാലോ എന്ന് തോന്നിയെന്ന്. 6:50 ആയപ്പോൾ ഓരോ കാര്യങ്ങൾ ഓർത്തപ്പോഴേ രാവിലെ അങ്ങ് പോയി ബോധം വന്നപ്പോഴേ ചിന്തിക്കുക, പോയി മരിച്ചാലോ എന്നാ. ഇന്ന് രാവിലെ പോലും മരണത്തെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചും വിഷം കഴിച്ചാലോ കെട്ടിത്തൂങ്ങിയാലോ പോയി എവിടെയെങ്കിലും പോയി ട്രെയിനിന് തലവെച്ചാലോ എന്ന് ചിന്തിച്ചവരുണ്ട്. ഇന്ന് രാവിലെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചവരുണ്ട്. ഇന്ന് രാവിലെ ഇതിനെങ്ങനെ ജീവിക്കുന്നതെന്ന്. ആ സമയത്തായിരിക്കും ഇന്ന് വചനം കേട്ടത്, നിയോഗം കിട്ടിയ എന്നിലൂടെ ആയിരിക്കും നിങ്ങളുടെ മേൽ ഇന്ന് ദൈവത്തിന്റെ അത്ഭുത വിടുതലുകൾ ദൈവം ചെയ്യാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാമോ? നിയോഗം കിട്ടിയ ഏലിയായുടെ പ്രാർത്ഥന ആ കുടുംബത്തിനകത്ത് വിടുതലായി മാറി. ആ നിയോഗം കിട്ടിയവന്റെ പ്രാർത്ഥന ഒരു രാജ്യത്തിന്റെ വിജയമായി മാറി. നിയോഗം കിട്ടിയവന്റെ പ്രാർത്ഥന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ കാരണമായി. എനിക്കറിയാം, നിയോഗം കിട്ടിയവന്റെ പ്രാർത്ഥന ചില തടസ്സങ്ങളെ മാറ്റും, ചില വെല്ലുവിളികളെ മാറ്റും. ചില കലങ്ങി മറിഞ്ഞു കത്തി നിൽക്കുന്ന വിഷയം മഞ്ഞ് പോലെ ഉരുകും. നിയോഗം കിട്ടിയവന്റെ പ്രാർത്ഥനയാണ്. നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, ഇയാൾ പ്രാർത്ഥിച്ചാൽ. അല്ല, അഹറോനും ഹോറിനും അത്രയും വർഷം മുമ്പ് അറിയായിരുന്നു നിയോഗം കിട്ടിയത് മോശയാണ്. മോശെ നീ പ്രാർത്ഥിക്കണം. യുദ്ധത്തിൽ ജയിച്ചു വന്നപ്പോൾ ചിലപ്പോൾ മോശയുടെ പ്രാർത്ഥനയൊന്നും ആരും കണ്ടു കാണുകയില്ല. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അമ്മ സങ്കടത്തോടെ ഇരിക്കുന്നു. മക്കളൊക്കെ വിദേശ രാജ്യത്താണ്. ആ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്. മക്കൾ ചോദിക്കുവാന്ന്, അമ്മേ അപ്പനും ഞങ്ങൾക്ക് എന്നാ ചെയ്തു തന്നേ? ആയ കാലത്തും നിങ്ങൾ ഞങ്ങൾക്കൊന്നും ചെയ്തു തന്നില്ലല്ലോ. ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്നാ ചെയ്തേ? ഇന്ന് അവരൊക്കെ വലിയ രാജ്യങ്ങളിലൊക്കെ ഇരിക്കുക. ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ പലരോടും മക്കളാണേലും ചോദിക്കും, നിങ്ങൾ എന്നാ ചെയ്തത്? നിങ്ങൾ എന്താ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നത്? ഒന്നും ചെയ്തില്ലല്ലോ. കണക്ക് പറയാൻ ഒന്നും ചെയ്തു തന്നില്ലല്ലോ. എല്ലാം ചെയ്തിട്ടും കുറ്റവും കുറവും മാത്രമേ അപ്പനും അമ്മ എന്ന നിലയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പലരും. എന്നാൽ ഒരു നിമിഷം ഓർത്തേ, നിനക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചതൊന്നും ആരും കാണത്തില്ലെന്നേ, ആരും ശ്രദ്ധിക്കത്തെ. പിന്നെ പ്രാർത്ഥിച്ചതാണോ വലിയ കാര്യം എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഞങ്ങൾക്ക് ഇല്ല മക്കളെ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ഒരു പുസ്തകത്തിൽ നിന്ന് 1-ാമത്തെ പേജിൽ നിന്ന് 150-ാമത്തെ വരെ പേജ് പുസ്തകം വായിച്ചു വിടാനൊക്കെ ആർക്കും പറ്റും. ഹൃദയം നുറുങ്ങി നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? മോശ പ്രാർത്ഥിച്ചപ്പോൾ കൈകൾ കുഴഞ്ഞു. യുദ്ധം ചെയ്തവൻ്റെ അല്ല, പ്രാർത്ഥിച്ചവൻ്റെ കൈകൾ കുഴഞ്ഞു. പ്രാർത്ഥിക്കുന്നവന് മടുപ്പും ക്ഷീണവും കുഴച്ചിലൊക്കെ വരും. അവൻ ചിലപ്പോൾ ചില പ്രതിസന്ധിയിൽ പെട്ടുപോയിരിക്കും. അവൻ നിയോഗം കിട്ടിയവൻ്റെ കരങ്ങൾ പോലും താഴാൻ പാടില്ല. അങ്ങനെയെങ്കിൽ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, നിയോഗം കിട്ടിയ അനേകർ ഇവിടെയുണ്ട്. നിയോഗം കിട്ടിയ ആളാ പാടുന്നത്, നിയോഗം കിട്ടിയവനാ കൊന്ത ചെല്ലിയത്, നിയോഗം കിട്ടിയവരാ വചനം കേൾക്കുന്നത്, നിയോഗം കിട്ടിയവരാ ആരാധിക്കുന്നത്, നിയോഗം കിട്ടിയവനാ പാട്ട് പാടുന്നത്, നിയോഗം കിട്ടിയവനാ അനൗൺസ്മെന്റ് നടത്തുന്നത്, നിയോഗം കിട്ടിയവനാ ഭക്ഷണം പാകം ചെയ്യുന്നത്, നിയോഗം കിട്ടിയവനാ കൗൺസിലിംഗിന് ഇരിക്കുന്നത്. നിയോഗം കിട്ടിയവന്റെ പ്രാർത്ഥന ഒരിക്കലും തള്ളിക്കളയരുത്. അവന്റെ ഒരു പ്രാർത്ഥന നിനക്ക് മതി. തോൽക്കേണ്ട സ്ഥാനത്തുനിന്ന് ജയിക്കാൻ തുടങ്ങും.
ഹല്ലേലൂയ. ഒരിക്കലും മാറത്തില്ലെന്ന് പറഞ്ഞ തടസ്സങ്ങൾ പൊടുന്നനെ മാറാൻ തുടങ്ങും. ആമേൻ. പ്രാർത്ഥിക്കാൻ നിയോഗം കിട്ടിയവന്റെ കൈവെള്ളക്കകത്ത് കുഞ്ഞെ നിന്റെ വിജയം ഇരിപ്പുണ്ട്, ഹല്ലേലൂയ. നിന്റെ സക്സസ് ഇരിപ്പുണ്ട്, ആമേൻ. നിന്റെ അനുഗ്രഹം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അത് മേടിച്ചെടുക്കാനായി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തി പ്രാർത്ഥിക്കാമോ? കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാമോ? കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ആമേൻ. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ആമേൻ. നിയോഗത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ഇവിടെ നടക്കട്ടെ. ആമേൻ. സംഭവിക്കട്ടെ. തോൽക്കേണ്ട സ്ഥാനത്ത്, പരാജയപ്പെടേണ്ട സ്ഥാനത്ത്, തകർന്നു പോകേണ്ട സ്ഥാനത്ത്, നശിച്ചു പോകേണ്ട സ്ഥാനത്ത് ദൈവം എന്നെ വിജയിപ്പിക്കും, ദൈവം എന്നെ വളർത്തും, ദൈവം എന്നെ സഹായിക്കും. ദൈവത്തിന്റെ ഇടപെടൽ എനിക്കുണ്ടാകും, ദൈവത്തിന്റെ ശക്തി എനിക്ക് ലഭിക്കും. ദൈവ നിയോഗത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്ന് കരമടിച്ചൊന്ന് പാടാമോ? നിയോഗത്തോടെ പ്രാർത്ഥിക്കാമോ? ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. പാടാമോ? യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ഒന്ന് പാടാമോ? ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. നമ്മുടെ പാടിക്കേ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. കർത്താവേ, ഈ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഏറ്റെടുക്കണമേ. നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവന്റെ കൈവെള്ളയിൽ നിന്റെ വിജയമുണ്ട്. വിശ്വസിക്കുന്നു. നിയോഗത്തോടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ആമേൻ. അത് ഞങ്ങളത് ലഭിക്കുക വിശ്വസിക്കുന്നു. തന്നെ ചെയ്യും. ഞങ്ങളത് അത് വിശ്വസിക്കുന്നു. ലഭിക്കുക തന്നെ ഞങ്ങൾ ചെയ്യും. ഏറ്റെടുക്കുന്നു. ഒരു നിമിഷം പാടി പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ച് പാടുകേ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവമകനീതിക്കായി പ്രവർത്തിച്ചല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവമകനീതിക്കായി പ്രവർത്തിച്ചല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്തല്ലോ. പാടിക്കേ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്തല്ലോ. അതുകൊണ്ട് പറഞ്ഞേ, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ഒരിക്കൽ കൂടി ആവർത്തിച്ച് പാടുകേ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. നിമിഷം ശ്രദ്ധിച്ചേ. നിന്നുകൊണ്ട് നിയോഗത്തോടെയുള്ള പ്രാർത്ഥന മോശയും അഹറോനും ഹൂറും കൈ ഉയർത്തിപ്പിടിച്ചിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ശക്തനായ അമലേക്കർക്ക് പോലും ഇസ്രായേലിൻ്റെ മേൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, കരങ്ങൾ ഉയർത്തി നിനക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അത് നിന്റെ സമ്പത്താണ്, ആമേൻ. അത് നിന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഹല്ലേലൂയ. പോലാണ്. വിശ്വസിക്കുന്നു. അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഒരു അമലേക്കർക്കും ഒരു മന്ത്രവാദിക്കും ആമേൻ. ഒരു കൂടോത്രക്കാരനും ഇനി അസൂയാലുക്കൾക്കും പാര വയ്ക്കുന്നവനും എല്ലാവചനം പറഞ്ഞു പിടിപ്പിക്കുന്നവനും എൻ്റെ മേൽ വിജയം നേടത്തില്ല. ആമേൻ. തോക്കണ്ട സ്ഥാനത്ത് ഞാൻ ജയിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സഹായം എനിക്കുള്ളത് കൊണ്ടാണ്. വിശ്വസിക്കുന്നു. ആമേൻ. ഇങ്ങനെയാണ് നമ്മുടെ ഈ നിയോഗ പ്രാർത്ഥനയിൽ പേര് തരുന്നവരുടെ പേരുകൾ ആരാധനയിൽ വിളിച്ചു പറഞ്ഞ് അവരുടെ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ച് പ്രാർത്ഥിക്കും. അത് നിങ്ങളിൽ ഒരു വിടുതലായി മാറും, നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറും. ഇത് ശരിക്കും പറഞ്ഞ ഒരു നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നതാണ്. ഇതൊരു ചടങ്ങല്ല, ഇതൊരു ഭാഷണല്ല, ഇതൊരു പ്രോഗ്രാം അല്ല, ഇതൊരു ശുശ്രൂഷയാണ്. ഇതൊരു ശുശ്രൂഷയാണ്, ഇതൊരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇത്രയും പേരുകൾ പറഞ്ഞു പ്രാർത്ഥിച്ചു. ഇനി നമ്മൾ നിയോഗ പ്രാർത്ഥന ചെല്ലാൻ പോവുകയാണ്. അതിനു മുമ്പ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ.
അത്ര എളുപ്പമല്ല ഓരോരുത്തരുടെ പേരുകൾ പറയുമ്പോൾ, പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ. മോശയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ മടുക്കും. പക്ഷെ ഈ നിയോഗത്തിലുള്ള പ്രാർത്ഥന മടുക്കുമെങ്കിലും അത്ഭുതമുള്ളതാണ്. അത് അടയാളങ്ങൾ നൽകും. നിങ്ങൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിച്ചറിയാൻ പറ്റും. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിയോഗ പ്രാർത്ഥന ചെല്ലാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. നിങ്ങൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആൾത്താരയിൽ നിങ്ങൾ ഒരു സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ഒരു വിശ്വാസത്തിലൊന്ന് കണ്ടേ. ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത്, എൻ്റെ സാക്ഷി ഞാൻ ഈ ദൈവജനത്തോട് വിളിച്ചു പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ സ്ഥലം മുഴുവൻ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. നിറയെ ആളുകൾ നിൽക്കുന്നു. കസേരയിൽ നിലത്തിരിക്കുന്നവർ, സൈഡിൽ നിൽക്കുന്നവർ. എന്താ അത് സൂചിപ്പിക്കുന്നത്? ഈ കാട്ടും പ്രദേശത്ത്, ഈ അധികം ആളൊന്നും ഇല്ലാത്ത ഈ സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ഇവിടെ വരാൻ കാരണം ഇവിടെയുള്ള ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ അനുഭവിച്ചത് കൊണ്ടല്ലേ? ഇവിടെ ആരും വലിയ കഴിവുള്ളവരോ പ്രസിദ്ധരോ പ്രഗത്ഭരോ പ്രാസംഗികരോ ഒന്നുമില്ല. ഈ സ്ഥലത്ത് ദൈവ സാന്നിധ്യമുണ്ട്. ഈ സ്ഥലത്ത് ദൈവ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. എല്ലാവരും കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിയോഗത്തിൽ പ്രാർത്ഥന ചെല്ലാൻ ഒരുങ്ങിക്കേ. 9 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കും. എല്ലാവരും തെക്കും തിരക്കും ഒന്നും കൂട്ടാതെ സ്വസ്ഥമായി നിന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ ഏതു കാര്യത്തിൽ ദൈവം ഇടപെടണോ അത് മനസ്സിൽ കാണണം. അത് മനസ്സിൽ കാണണം. അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ എന്താണോ അത് മനസ്സിൽ കാണണം. കുറേ കാര്യങ്ങൾ കണ്ടിട്ട് ഒന്നും ശ്രദ്ധിക്കാതെ പോകരുത്. 1 or 2 കാര്യങ്ങളിൽ നിയോഗം വയ്ക്കണം. എന്നിട്ട് മനസ്സിൽ കണ്ടേ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചേ. നസ്രായനായ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിക്കണമേ. അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും പൂർണ്ണമായും മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങിന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങിന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.